خيركم من تعلم القرآن وعلمه قال رسول الله ولقد نصركم الله ببدر وأنتم أذلة قال الله عز وجل الشفاعة هب لنا في القيامة مشفقا وأهلنا إن لا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشافع أبطاهي ഹൃദയത്തിൽ നിന്നും സ്വർഗത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാഗ വൈചിത്രങ്ങളാകമാം സത്തയിൽ ബന്ധിച്ച സാത്വിക പുള്ളും മരുക്കളെ അധ്യാപനങ്ങളാൽ ശാന്തി സങ്കീർത്തനമാക്കിയ നായക നബിയെ മുഹമ്മദ് നബിയെ നബിമാരിയിലുള്ള താണിയെ തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല നബിയെ സല്ലല്ലാഹു മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലൈഹി ഉയർക്കൊള്ളണം നമ്മുടെ സദസ്സിൽ നിന്ന് സ്വലാത്തിന്റെ പ്രകമ്പനം അത് ആകാശാരോഹണം ചെയ്ത് അങ്ങ് മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് ആചാര്യശ്രേഷ്ഠനായ നബി മുഹമ്മദ് മുസ്തഫ തിരുസവിധത്തിൽ സമർപ്പിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വലാത്ത് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു മുഹമ്മദ് വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു. നമ്മുടെ കരുത്ത് സലാത്താണ്, നമ്മുടെ വിഭവം സലാത്താണ്, നമ്മുടെ എല്ലാ സമ്പത്തും സലാത്താണ്. സലാത്ത ഒന്നൊന്നില്ലാതെ, സലാമെന്ന ഒന്നില്ലാതെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവുമില്ല. പ്രിയപ്പെട്ടവരെ, നബിയേ ഫസലാമുൽ ലക്, താങ്കൾക്ക് സലാം ലഭിച്ചു കൊണ്ടിരിക്കും നബിയേ. അങ്ങയുടെ ഖബറുകളിൽ സലാത്ത് അനുസ്യൂതം പ്രവഹിച്ചു കൊണ്ടിരിക്കും നബിയേ. സ്വർഗാവകാശികളായ മുഅ്മിനുകളുടെ സലാം നബിയേ അങ്ങയുടെ ഖബറിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കും. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിൽ, നബിയെ നിങ്ങളുടെ ഖബറിലേക്ക് സർവ്വാവകാശികളായ മുഅ്മിനീങ്ങളുടെ സലാത്ത് സലാം വന്നുകൊണ്ടിരിക്കും നബിയേ.
സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹു അലാ മുഹമ്മദ് യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം യാ ഹബീബ് സലാം അലൈക്കും. ഈ സദസ്സിൽ സന്നിഹിതനായ പ്രിയപ്പെട്ട എൻ്റെ കാരണവന്മാരെ, സഹോദരങ്ങളെ, മിത്രങ്ങളെ, സ്നേഹകാംക്ഷികളായ സഹോദരികളെ, തരുണികളെ, മഹിളകളെ, ഞാൻ എല്ലാ ആമുഖത്തിനു മുമ്പും ഹബീബായ റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ നമ്മുടെ സ്നേഹത്തിന്റെ പ്രകടമായ സലാത്തിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ കാരണം, ഈ മജ്ലിസ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ സലാത്ത് കൊണ്ടാവണം പിരിഞ്ഞു പോകേണ്ടത്. നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ റബ്ബ് നമുക്ക് ഉത്തരം നൽകിയിട്ട് വേണം പിരിഞ്ഞു പോകാൻ. അതുകൊണ്ടാണ് എല്ലാ ഇൻട്രൊഡക്ഷന് മുമ്പും ആമുഖത്തിന് മുമ്പും എല്ലാ പ്രോട്ടോകോളുകൾക്ക് മുമ്പും ഞാൻ നിങ്ങളോട് സലാത്തിനെ കുറിച്ച് പറയുന്നത് മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലാ മുഹമ്മദ്. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിൽ മുത്ത് നബിയോടുള്ള സ്നേഹപ്രവാഹങ്ങൾ അലയടിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ അല്പസമയത്തേക്ക് മറച്ചു വെക്കണം. നമ്മുടെ സങ്കടങ്ങൾ മുഴുവനും കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ പൂഴ്ത്തിവെക്കണം. നമ്മുടെ പെടാപ്പാടും കട്ടപ്പാടുകളും കഥനങ്ങളും വേദനകളും വ്യസനങ്ങളും വേപതുകൾ മുഴുവനും നമ്മളെ മാറ്റിവെക്കുകയാണ്. നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ശരീരവും നമ്മൾ സമർപ്പിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ ആയുധം സലാത്താണ്. നമ്മുടെ ഡിഫൻഡർ സലാത്താണ്. നമ്മുടെ ഏറ്റവും വലിയ ശക്തിവിശേഷം അതും സലാത്ത് തന്നെ. നമുക്കാരോടെങ്കിലും ശത്രുത തോന്നുന്നുവെങ്കിൽ നമ്മൾ ചൊല്ലേണ്ടത് സ്വലാത്താണ്. നമുക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് സഫലീകരിക്കപ്പെടേണ്ടതും സ്വലാത്തു കാരണമാണ്. നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ആ പ്രയാസങ്ങൾ നമ്മെ വിട്ടേച്ചു പോകേണ്ടതും സ്വലാത്തു നിമിത്തമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാന ആദരവുകൾ നിറഞ്ഞ മഹല്ല് ഖത്തീബ് അവറുകളെ, പ്രിയങ്കരരായ ഉസ്താദുമാരെ, മജ്ലിസുൻ നൂറിന്റെ ഈരടികൾ വളരെ മനോഹരമായി, അവാച്യമായി, അമേയമായി, ഹൃദയസ്പൃക്കായി ഈ സദസ്സിനെ അവതരിപ്പിക്കുകയും വളരെ വലിയ സന്തോഷത്തോടുകൂടി അതിനെ ഈ സദസ്സിൽ പ്രത്യേകം വളരെ അങ്ങേയറ്റത്തെ ആവേശത്തോടുകൂടി നിർവഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അതുപോലെ തന്നെ മഹല്ല ഭാരവാഹികളെ, പ്രത്യേകിച്ചും നാസർ സാഹിബ്, വളരെ വലിയ സന്തോഷമുണ്ട്. രോഗബാധിതനായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന്
2 ദിവസം മുമ്പേ തീരുമാനിച്ചതാണ്. പക്ഷേ നാസർ സാഹിബിന്റെ അതിശക്തമായ ഫോൺ കോളും സമ്മർദ്ദവും ഇങ്ങോട്ട് വരേണ്ട ഒരു നിർബന്ധിതമായ അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടുവന്നെത്തിച്ചു. രാവിലെ എന്റെ ഫോണ് നിൽക്കാതെ അടിക്കുകയായിരുന്നു. ഈ സമയം ഇവിടെ എത്തുന്നത് വരെ എന്തായാലും അൽഹംദുലില്ലാഹ് നമുക്ക് കുറഞ്ഞ സമയം നമുക്ക് പരസ്പരം പങ്കുവെച്ച് പരസ്പരം തൊട്ടറിഞ്ഞ് തൗബ ചെയ്ത് ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാസർ സാഹിബിന്റെ വീട്ടിൽ ഒരുക്കിയ മനോഹരമായ വിഭവം, വിരുന്ന്, സൽക്കാരം, ആതിഥ്യം വളരെ അങ്ങേയറ്റത്തെ സന്തോഷം നൽകുന്ന ഒരു വല്ലാത്ത സൽക്കാരമായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അതിന് അർഹമായ പ്രതിഫലം സ്വർഗഭൂമികയിൽ വെച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട അഷ്റഫ് പടന്നക്കാട്, ഈ പരിസരത്തൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ പ്രത്യേകിച്ച് മാനേജ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ ഒരു വാക്കുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് അപ്പുറം നിങ്ങൾക്കെല്ലാവർക്കും ഇതേതു മാസമാണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കും. റജബാണ്. റജബ് 27 നമ്മൾ വിട പറഞ്ഞ ഒരു നേരത്താണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഇന്നലെ 27 ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് റജബ് 27 വല്ലാത്ത ഇഷ്ടമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. റസൂലുള്ള ഇഷ്ടപ്പെട്ട ദിവസം, ഇഷ്ടപ്പെട്ട മാസം, പുണ്യങ്ങളുടെ പുഷ്കലമായ മാസം, നന്മകളുടെ രാവിരവുകൾ കൊണ്ട് അനുഗ്രഹീതമായ മാസം, പാപങ്ങൾ ചെയ്താൽ വളരെ വലിയ ശിക്ഷയ്ക്ക് പാത്രമാവുന്ന മാസം. ഈ മാസങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്താൽ, തെറ്റു ചെയ്താൽ നോവേറിയ ശിക്ഷ അവന് കാത്തിരിപ്പുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഉറക്കെ ചൊല്ലണം. സലാത്തില്ലാത്ത കളില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഈ മാസത്തെ ബഹുമാനിച്ചാൽ അവൻ വല്ലാത്ത ബഹുമാനമാണ് നൽകിയതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു. കേരളീയ മുസ്ലിമീങ്ങൾ അതിഭയങ്കരമായ സങ്കടത്തിന്റെ നടുക്കടലിൽ നിന്നുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമൊക്കെ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്താ കാരണമെന്നറിയില്ലേ? ബഹുമാനപ്പെട്ട ആനക്കര സി കോയക്കുട്ടി ഉസ്താദ് അവറുകളുടെ വിയോഗമായിരുന്നു. കേരളീയ മുസ്ലിം ഉമ്മത്തിന് അങ്ങേയറ്റ വേദന സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ പണ്ഡിത ശ്രേഷ്ഠനായ ഇലാഹി സ്മരണയിൽ കണ്ണുകൾ നിറഞ്ഞ് നിസ്കാരപ്പായകൾ കുതിർന്ന് സദാസമയവും അല്ലാഹ് അല്ലാഹ് എന്നെപ്പോഴും ഓർത്തുകൊണ്ട് റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട് അങ്ങ് ജീവിച്ച വലിയ മനുഷ്യനാണ്, വലിയ പണ്ഡിതനാണ്. 10,000-കണക്കിന് തലമുതിർന്ന വിജ്ഞാന കുതുകികൾക്ക് അറിവിന്റെ അക്ഷയഖനികൾ തുറന്നുകൊടുത്ത ഗുരുവര്യനാണ് സിയാനക്കര കോയക്കുട്ടി മുസ്ലിയാർ. മുസ്ലിം ഉമ്മത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനമായി, ഈ ഉമ്മത്തിന്റെ കാവലായി, ഈ ഉമ്മത്തിന്റെ അഭിമാനമായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റായി നമുക്ക് നേതൃത്വം നൽകിയ ആനക്കര കോയക്കുട്ടി ഉസ്താദ് വലിയ മഹാനാണ്. അദ്ദേഹത്തിന്റെ വിയോഗമാണ് കഴിഞ്ഞ ഇന്നലെയിൽ നടന്നത്. അന്ന് തുടങ്ങിയ വേദനയാണ് മുസ്ലിമീങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മരണമല്ലേ, മരണമാണല്ലോ, നിഷേധിക്കാൻ കഴിയുമോ?
ഫീ അയ്യർലിൻ തമൂത്ത്. മരണമാണല്ലോ, നമുക്കും വരുമല്ലോ മരണം, നമ്മളുടെ കൂടെയുമുണ്ടല്ലോ മരണം. നാം കിടന്നിറങ്ങുന്ന മെത്തയുടെ ചുവട്ടിലാണോ മരണം എന്നറിയില്ല. ഓടുന്ന വാഹനത്തിന്റെ അടിയിലാണോ നമ്മുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിൽ പതുങ്ങി നിൽക്കുന്നതെന്നറിയില്ല. നമ്മുടെ യാത്രയിലാണോ, ആശുപത്രിയിലാണോ, ICU മുറിവിലാണോ, എവിടെയാണെന്നറിയില്ല. നമുക്ക് അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനക്കര കോയക്കുട്ടി ഉസ്താദ് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ ജീവിതത്തിൽ വളരെ വലിയ ലാളിത്യത്തിന്റെ പ്രതീകമാണ്, വളരെ വലിയ വിനയത്തിന്റെ പ്രതീകമാണ്. ഒരു അടിമ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ലോകത്തെ പഠിപ്പിച്ചു കൊടുത്തു. ഒരു മനുഷ്യന് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഏറ്റവും പ്രകടമായ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഞാനൊരു അടിമയാണ് എന്ന് അല്ലാഹുവിനെ ബോധ്യപ്പെടുത്തലാണ്. സുബ്ഹാനല്ലദീ, അല്ലാഹു എത്ര പരിശുദ്ധൻ. അസ്റാവൻ കൊണ്ടുപോയി ബിഅബ്ദിഹി, തന്റെ അടിമയെ നബിയെ അല്ലാഹു വിളിച്ചത് അടിമേ എന്നാണ്. ഒരു നല്ല അടിമയാകുക എന്ന് പറയുന്നത് അല്ലാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള കാര്യമാണ്. സയ്യിദുനാ ഈസാ, അല്ലാഹുവിന്റെ വിശ്വപ്രശസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തനായി വന്ന പ്രവാചക ശൃംഖലയിലെ 4-മനായി ലോകം പരിചയപ്പെടുത്തിയ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇടയ്ക്കിടെ പറയുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇന്നി അബ്ദുല്ലാഹ്, ഞാനൊരു അടിമയാണ് റബ്ബേ എന്ന്. അപ്പോൾ ഏറ്റവും നല്ല അടിമയാകുക. അങ്ങനെ ഏറ്റവും നല്ല അടിമയായി മുഹമ്മദ് നബി സല്ലല്ലാഹു മുഹമ്മദ്. പകരം അല്ലാഹു കൊടുത്തതെന്താണ്? അബ്ദുൻ കാമിൽ, ദ പെർഫെക്റ്റ് അടിമ, ഏറ്റവും നല്ല അടിമ, എല്ലാം റബ്ബിനു സമർപ്പിച്ച അടിമ. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എല്ലാം റബ്ബിനൊരുപോലെ സമർപ്പിക്കപ്പെടുമ്പോഴാണ് ഒരു അടിമയുടെ പൂർണ്ണാവസ്ഥയെ പ്രാപിക്കുന്നത്. അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അടിമയാവുക എന്നത് പടച്ചവന് വലിയ ഇമ്പമാണ്. മുഹമ്മദ് നബി ഏറ്റവും നല്ല അടിമയായപ്പോ ഒരു പ്രവാചകനും അല്ലാഹു നൽകാത്ത പ്രത്യേകത കൊടുത്തു. അതിന്റെ പേരാണ് മീറാജ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതത്തിൽ ചവിട്ടിക്കയറുകയാണ് അല്ലാഹുവായി സംവദിക്കാൻ. അല്ലാഹു പറഞ്ഞു, മൂസ അവിടുത്തെ ചെരുപ്പുകൾ അഴിച്ചു വെക്കണമെന്ന്. മുഹമ്മദ് നബി അല്ലാഹുവായി സംവദിക്കാൻ വേണ്ടി 7 ആകാശവും കടന്ന് സൂപ്പർ സ്പേസിലെത്തിയപ്പോ ലഹ്ഫുൽ മഹ്ഫൂദിന്റെ വിരിപ്പാണ് നബിയുടെ ചെരിപ്പ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ചെരിപ്പഴിക്കാൻ പറഞ്ഞില്ല നബിയോട്, കാരണം നബിയുടെ ചെരിപ്പ് തന്നെ ലൗഹുൽ മഹ്ഫൂദിന്റെ വിരിപ്പല്ലേ. അതാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും നല്ല അടിമയായപ്പോ മഖാമം മഹ്മൂദനില്ലവി, ഏറ്റവും നല്ല സ്ഥാനം അല്ലാഹു കൊടുക്കുകയാണ്. ആർക്ക്? മുഹമ്മദ് നബിക്ക്. ഏറ്റവും നല്ല അടിമയാണ് മുഹമ്മദ് നബി. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു മുഹമ്മദുൻ മുഹമ്മദ്
മുഹമ്മദ് മുഹമ്മദു. ആ പേര് പറയുമ്പോ തന്നെ എന്തൊരു രസമാണ് പഠിച്ച തമ്പുരാനെ. നാളാ ലോക നായകരുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ ചഷകം വാങ്ങി കുടിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ലാ ഇലാഹ കോയക്കുട്ടി ഉസ്താദ് എന്ന വന്യവയോധികനായ മനുഷ്യൻ മുഴുവനും അല്ലാഹുവിന് സമർപ്പിച്ച മഹാനാണ്. നിങ്ങൾക്കറിയുമോ, ഗൾഫ് രാജ്യത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിനെ ക്ഷണിച്ചു. പ്രിയങ്കരനായ നമ്മുടെ പ്രഭാഷകൻ ബഹുമാന്യനായ നൗഷാദ് ബാക്കവി ചിറയിൻ കീഴിൽ അദ്ദേഹവും ഉണ്ട്. ഗൾഫിൽ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടതാണ്. ദുആ ചെയ്യുന്നത് ആരാണെന്നറിയോ? സമസ്തയുടെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദാണ്. അത് വെറും ഒരു ദുആയല്ല. തെക്കൻ കേരളത്തിൽ മഴ കിട്ടാതാകുമ്പോ, നമ്മുടെ പ്രാണികൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോ, വയലും തോട്ടങ്ങളും വരണ്ടുണങ്ങുമ്പോ, മരങ്ങൾ ഇലപൊഴിഞ്ഞ ശിശിരങ്ങളായി ബാക്കി നിൽക്കുമ്പോ, ചൂടേറുമ്പോ, താപം വർദ്ധിക്കുമ്പോ, വെള്ളത്തിനായി കഷ്ടപ്പെടുമ്പോ ആളുകൾ പോകുമായിരുന്നു റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ കൊണ്ടുപോയിട്ട് തങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ദുആ ചെയ്യും. റബ്ബേ മഴ തരണേ അല്ലാഹ്. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടും, ഇടിയും മിന്നലും അതിനിടയിൽ വരും. ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും, ഭൂമിയിൽ അത് റഹ്മത്തായി പെയ്തിറങ്ങും. ഒരുപക്ഷെ സ്പോട്ടിൽ തന്നെ, അല്ലെങ്കിൽ പിറ്റേന്ന്, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസം. അതാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിന്റെ അരുമ ശിഷ്യനാണ് കോയക്കുട്ടി ഉസ്താദ്. അതുകൊണ്ടാണ് പിന്നീട് ബഹുമാനപ്പെട്ട റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കു ശേഷം സമസ്ത എന്ന മഹോന്നത പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായി വിരാജിക്കാൻ ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന് സാധിച്ചത്. ഇന്ന് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇല്ലെങ്കിലും ആളുകൾ മഴ പെയ്യാതിരിക്കുമ്പോൾ ദുആ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് കോയക്കുട്ടി ഉസ്താദിനെയാണ്. കോയക്കുട്ടി ഉസ്താദ് എങ്ങാനും ദുആ ചെയ്താൽ മഴ ഉറപ്പാണ്. അല്ലാഹു ദുആ സ്വീകരിക്കുന്ന മഹാനാണ്. ആ മഹാനാണ് കഴിഞ്ഞ ദിവസം ഗൾഫിലേക്ക് പരിപാടിക്ക് കൊണ്ടുപോയത്. ആദ്യം നൗഷാദ് ബാക്കവിയാണ് സ്ഥലത്തെത്തിയത്. അദ്ദേഹത്തിന് തയ്യാറാക്കിയ റൂമിൽ അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുകയാണ്. തൊട്ടടുത്ത റൂമിലാണ് കോയക്കുട്ടി ഉസ്താദിന്റെ റൂം. ഉസ്താദ് എത്തിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോ ആദരണീയനായ കോയക്കുട്ടി ഉസ്താദും റൂമിലെത്തുകയാണ്. നൗഷാദ് ബാക്കവി മനസ്സിലാക്കുകയാണ്, ഒരു മഹാപാണ്ഡിത്യത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ് എന്ന സൂഫി വര്യന് ഖിദ്മത്ത് ചെയ്യാൻ പറ്റിയ സമയം തന്നെ. അടുത്ത റൂമിലേക്ക് ചെന്നു. കോയക്കുട്ടി ഉസ്താദ് ബാത്റൂമിലാണ്. കുളി കഴിഞ്ഞ് ഫ്രഷായി തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഷർട്ടിടണം, കുപ്പായമിടണം. ഉടൻ തന്നെ നൗഷാദ് ബാക്കവി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിന്റെ ബാഗ് എടുത്തിട്ട് അതിൽ നിന്നൊരു ഷർട്ട് എടുത്തു നോക്കുമ്പോ ആ ഷർട്ടിന്റെ ബാക്കിൽ 3 ഓട്ടയുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നൗഷാദ് ബാക്കവി കരുതി, ഇതിന് ഹോൾസ് ഉണ്ടല്ലോ, ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കുകയാണല്ലോ, അതുകൊണ്ട് ഇത് വേണ്ട, അടുത്ത ഷർട്ട് എടുത്തോ. അടുത്ത ഷർട്ട് എടുത്തപ്പോ
അടുത്ത ഷർട്ട് എടുത്തപ്പോ അത് ബാക്ക് ഭാഗം കീറിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് മുൻഭാഗം കീറിയിട്ടുണ്ട്. അതും നല്ലതല്ല. ഉടൻ തന്നെ മൂന്നാമത്തെ ഷർട്ട് എടുത്തപ്പോ പഴകിയ കുപ്പായത്തിൽ ഉജാല മുക്കിയിട്ട് കണ്ടം മുറി വീണിട്ടുണ്ട്, പുള്ളി വീണിട്ടുണ്ട്. ഈ കുപ്പായവും പൊതുജനമധ്യത്തിൽ ഇടാൻ കഴിയില്ലെന്ന് പഴശാദ് ബാക്കവി മനസ്സിലാക്കിയിട്ട് ഉസ്താദവറുകളോട് പറഞ്ഞു, അഭിമന്യ ഗുരുവര്യരെ, അങ്ങ് കൊണ്ടുവന്ന അങ്ങയുടെ സൂൾക്കേസിൽ അങ്ങക്കിടാൻ പറ്റിയ ഒരു ഡ്രസ്സുമില്ല. അതുകൊണ്ട് അങ്ങ് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ മഹാപദവിയെ അലങ്കരിക്കുന്ന മഹാനല്ലേ, അങ്ങക്ക് യോജിച്ച ഒരു കമ്മീസ് ഞാൻ വാങ്ങിക്കൊണ്ടുവരട്ടെ, അങ്ങ് സ്വീകരിക്കണം. ഉടൻ തന്നെ കോയക്കുട്ടി ഉസ്താദ് പറഞ്ഞത് എന്താണെന്നറിയോ? മുസ്ലിയാരെ, അതെന്റെ ഓള് കൊടുത്തയച്ചതാണ്. എന്റെ ഓള് ഞാൻ ഗൾഫിലേക്ക് വരുമ്പോ എന്റെ ഓള് പറഞ്ഞിട്ടുണ്ട്. ഓളെന്ന് പറഞ്ഞാൽ പത്നി. തന്റെ പത്നി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഗൾഫിക്ക് പോകല്ലേ, നിങ്ങളുടെ ഏറ്റവും നല്ല കുപ്പായത്തുനിന്ന് 3 നല്ല കുപ്പായം ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ നല്ല കുപ്പായം നിങ്ങളത് ഈ വീട്ടിലില്ല. ഏറ്റവും നല്ല 3 ഷർട്ട് ഞാൻ നിങ്ങളുടെ ബാഗിൽ വെച്ചിട്ടുണ്ടെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞുവെന്ന്. അതുകൊണ്ട് എന്റെ ഭാര്യ എനിക്ക് എന്റെ ബാഗിൽ വെച്ചത് ഏറ്റവും നല്ല 3 ഷർട്ടാണ്. അതുകൊണ്ട് അതെനിക്ക് ഏത് ഷർട്ട് ഇട്ടാലും ഈ കോയക്കുട്ടിക്ക് അത് സൂട്ടാകും. മുസ്ലിയാരെ, അത് സൂട്ടാകും. നമ്മളെ നന്നാകട്ടെ. സഹോദരങ്ങളെ, തന്റെ ജ്യേഷ്ഠനും താനും കൂടി വീട്ടിന്റെ തൊട്ടടുത്തൊരു കബറ് കുഴിക്കുകയാണ്. ജ്യേഷ്ഠനും താനും കൂടി ഒരു കബറ് കുഴിക്കുകയാണ്. 1 കബറല്ല, 2 കബറ് കുഴിച്ച അന്നു തന്നെ ജ്യേഷ്ഠൻ മരണപ്പെട്ടു. ജ്യേഷ്ഠനെ ആ കബറിൽ കബറടക്കം ചെയ്തു. തൊട്ടടുത്തൊരു കബറും കൂടി കുഴിച്ചിട്ടുണ്ട്. 10-12 വർഷം മുമ്പ് കുഴിച്ച കബറാ. അതിലേക്ക് പൂഴിയിട്ടിട്ട് മൂടി വെച്ചു. എല്ലാ ദിവസവും ചേട്ടന്റെ ഖബർ സിയാറത്ത് ചെയ്യുകയും കുഴിച്ചു വെച്ച് പൂഴി നിറച്ചു വെച്ച തന്റെ കിടപ്പറ തന്റെ മരണത്തിന് പോയി കിടക്കേണ്ട മണ്ണറയെന്നും സിയാറത്ത് ചെയ്ത് മരണത്തിന് കാതോർത്ത മഹാമനീഷി അങ്ങയുടെ പേരോ കോയക്കുട്ടി ഉസ്താദ്. അവരാണ് സമസ്തയുടെ നേതാക്കന്മാർ. ആ മഹാമനീഷിയുടെ വിയോഗമാണ്. ഏറ്റവും നല്ല ജീവിതം. മരിക്കുന്നതിന്റെ 2 മണിക്കൂർ മുമ്പ് തന്റെ ഭാര്യയെ വിളിക്കുകയാണ്. ഭാര്യയെ ചീത്ത പറയുന്നവര് സദസ്സിലുണ്ടാകുമല്ലോ. ഭാര്യയെ അവഹേളിക്കുന്നവര്, ചീത്ത പറയുന്നവര്, ഭാര്യയുടെ ഉമ്മാനെ ചീത്ത പറയുന്നവര്, ഭാര്യയെ കണ്ണുരുട്ടുന്നവര്, ഭാര്യയെ പേടിപ്പിക്കുന്നവര്, ഭാര്യയെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ പെരുമാറുന്നത് പോലെ പെരുമാറുന്നവരുണ്ടാകുമല്ലോ. നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഡ്രസ് അലക്കാനും ഭക്ഷണം നിർമ്മിക്കാനും മക്കളെ നോക്കാനുമുള്ളവളാ ഭാര്യ എന്ന് വിശ്വസിച്ചവരറിയണേ. മരണത്തിന്റെ തൊട്ട് മുന്ന് ആയിരക്കണക്കിന് ആളുകൾ സേവനം ചെയ്യാനുള്ള വലിയ മനുഷ്യന്റെ മരണത്തിന്റെ 2 മണിക്കൂറും 2 ദിവസം മുമ്പ് തന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, വേണ്ടി കോയക്കുട്ടിയുടെ കൂടെ ജീവിച്ചിട്ട് എന്തെങ്കിലും പോരായ്മ നിനക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം മോളെ എന്ന് പറഞ്ഞത് സ്വന്തം ഭാര്യയോടാ. ആര്? കോയക്കുട്ടി ഉസ്താദ്. ഒരു മനുഷ്യന്റെ സ്വന്തം കുടുംബ ജീവിതത്തിൽ ഭാര്യയോട് പോലും
ക്ഷമാപണത്തിന്റെ ശബ്ദം മുഴക്കി മരണാസന്നനായ കോയക്കുട്ടി ഉസ്താദ്. എത്ര നല്ല കുടുംബ ജീവിതമാണ് ആ മഹാൻ നയിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇടക്കിടക്ക് അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ഒരുത്തരോടും കടം വാങ്ങിയിട്ടില്ല, ഞാൻ കടം വാങ്ങിയിട്ടില്ല. തവക്കുലാണ്, 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 അല്ലാഹുവിൽ തവക്കുല്. ഒരുപാട് വലിയ മഹാന്മാരുമായി ബന്ധമുള്ള മനുഷ്യൻ, സദാ ദിക്റിലായ മനുഷ്യൻ, ആ മനുഷ്യൻ എപ്പോഴും ദിക്ർ ചൊല്ലും, പതിവാക്കും. ഒരുപാട് ഇജാസത്തുകളുള്ള ഖാദിറിയ തരീഖത്ത് പോലെ, റിഫായിയ തരീഖത്ത് പോലെ, നഖ്ശബന്ദിയ തരീഖത്ത് പോലെ, ശുഹ്റവർദിയ തരീഖത്ത് പോലെ, ചിസ്തിയ തരീഖത്ത് പോലെ രാജ്യത്തിൽ കടന്നു വന്നിട്ടുള്ള സൂഫി പ്രതാപികളുടെ കരങ്ങളിൽ നിന്ന് വലിയ തരീഖത്തുകളും ഇജാസത്തും ദിക്റും കൈമാറ്റം ചെയ്ത് ജീവിതത്തിന്റെ യാമങ്ങളിൽ അത് പതിവാക്കി ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ചൊല്ലി 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 അവസാനം മരണാസന്നനായി. ജീവിതത്തിന്റെ നല്ല നാളുകളിലും ആരോഗ്യ ദൃഢഗാത്ര ഘനഗാത്രനായ നാളുകളിലും ആരോഗ്യം ശോഷിച്ച നാളുകളിലും ചൊല്ലി അവസാനം മരിക്കുന്ന അന്ന് ഒരു 2-3 മണിക്കൂർ മുമ്പ് തന്റെ മകൻ ഫൈസിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാനെന്നും ചൊല്ലുന്ന ദിക്റാ, ഈ ദിക്റൊന്ന് ഉറക്കെ ചൊല്ല്. ഞാനെന്നും പതിവാക്കുന്ന എന്റെ ജീവിതത്തിൽ തപസ്സയാക്കിയ, അല്ലെങ്കിൽ ഞാൻ ഈ ദിക്റിന്റെ ഉപാസകനാണ് മോനെ. അതുകൊണ്ട് ഈ ദിക്ർ എനിക്ക് ചൊല്ലാൻ കഴിയുന്നില്ല. കുടുംബങ്ങളെ മുഴുവനും വിളിച്ചു, ഭാര്യ, മക്കള്, പേരക്കുട്ടികള് എല്ലാവരെയും മക്കളെയും വിളിച്ചിട്ട് മകനോട് താൻ ചൊല്ലുന്ന ദിക്ർ ചൊല്ലാൻ പറഞ്ഞു. ദിക്ർ ചൊല്ലി പൂർത്തിയാക്കി യാസീൻ പാരായണം ചെയ്തു. 58-ാമത്തെ ആയത്ത്, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, സ്വർഗവാസികൾക്ക് സന്തോഷം അറിയിക്കുക എന്ന ഖുർആനിന്റെ വചനമെത്തിയപ്പോ ആ മനുഷ്യന്റെ കണ്ടമിടറി, ശ്വാസം നിലച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു വട്ടമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂന്നാമതും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക്, അത് ആഖിറു കലാമുഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖദ് വജബൽ ജന്ന. അവന് സ്വർഗഭൂമിക ഉറപ്പാണെന്ന് ലോകത്തിന്റെ ഗുരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഉറക്കെ ചൊല്ലി, സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു. തന്റെ മരണത്തിനെ മുന്നേ കാണാൻ കഴിഞ്ഞ മഹാൻ, ഇൻദഹും മഫാത്തിഹുൽ ഗൈബ്, അതൊക്കെ അദൃശ്യ ജ്ഞാനങ്ങളാണ്. ഞാൻ മരിച്ചു പോകും, എന്റെ മരണമൊക്കെ ഒരു മനുഷ്യനും തന്റെ മരണത്തെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ വലിയ ഔലിയാക്കൾക്ക് അല്ലാഹു സാധിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. മമ്പറത്തങ്ങളും പാപ്പ അല്ലേ, മമ്പറത്തങ്ങളും പാപ്പാടെ അടുത്ത് ഒരിക്കലൊരു രാവിലെ ഒരാൾ വരുമ്പോ മമ്പറത്തങ്ങളും പാപ്പ പറയും, എടോ ഇന്ന ഈ സമ്മാനം കൊണ്ടുപോയി എന്റെ ഒരു മുരീദുണ്ട് അടുത്ത നാട്ടിൽ, അയാൾക്ക് കൊണ്ടു കൊടുക്കുക. ഈ മനുഷ്യൻ ഇതും കൊണ്ട് പോകും. പോകുന്ന യാത്രക്കിടയിൽ എന്തോ അശ്രദ്ധയിൽപ്പെട്ട് ഇയാള് രാവിലെ എത്തേണ്ട ആള് വൈകുന്നേരമായിട്ടാണ് ഈ സമ്മാനം കൈപ്പറ്റേണ്ട ആളുടെ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടുകാര് മുഴുവനും കൂട്ടക്കരച്ചിലാണ്. സമ്മാനം കൊടുക്കേണ്ട ആള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇയാളുടെ കരച്ചിൽ കണ്ടപ്പം മരണ വീട്ടിൽ ആളുകളൊക്കെ അവരുടെ കരച്ചിൽ നിർത്തിയിട്ട് ഓടി വന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇങ്ങനെ കരയുന്നത്? മമ്പറത്തങ്ങളും പാപ്പ എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് വാങ്ങിക്കേണ്ട ആൾ ഈ വീട്ടുകാരനാണ്. ഇവിടെ എത്തിയപ്പോൾ അയാൾ മരണപ്പെട്ടിട്ടുണ്ടാവും. ഈ ഗിഫ്റ്റ് വാങ്ങാൻ ഇനി അയാൾക്ക് സാധിക്കില്ലല്ലോ. ശൈഖുന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് പെട്ടെന്ന് എത്തിക്കണമെന്ന്. ഞാൻ അല്പം വൈകിപ്പോയി. ഈ
ഗിഫ്റ്റും കൊണ്ട് ഇനി ഞാൻ മമ്പറത്തെ തങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് എങ്ങനെയാ? എനിക്ക് പേടിയാവുന്നു. ഉടൻ തന്നെ വീട്ടുകാർ പറഞ്ഞു, പേടിക്കണ്ട, അതിങ്ങ് തന്നേര്, അത് ബർക്കത്തിന് വേണ്ടി ഞങ്ങൾ സൂക്ഷിച്ചോളാം. വീട്ടുകാര് തുറന്നു നോക്കിയപ്പോ എന്താ അറിയോ, അതില് മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണി. മയ്യത്ത് കഫൻ ചെയ്യാനുള്ള തുണിയാണ്. ഈ മനുഷ്യൻ മരിക്കുന്നത് വൈകുന്നേരമാണ്. എങ്ങാനും ഈ മനുഷ്യൻ ശ്രദ്ധനാവാതെ നേരത്തെ തന്നെ ഈ സമ്മാനം ഈ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ ഉച്ചക്ക് തന്നെ അയാൾ അറ്റാക്കായി മരിക്കില്ലേ? ഇത് നിങ്ങളെ കഫം മൂടാനുള്ള തുണിയാണ്, ഉച്ചക്ക് ഒരുത്തർക്ക് കൊണ്ടു കൊടുത്ത് അപ്പം മരിക്കൂലേ? അല്ലെ, അതുകൊണ്ട് അയാൾ ലൈറ്റായി മനുഷ്യൻ മരിച്ച് കൃത്യ സമയത്ത് കഫം പുടയെത്തി. തന്റെ മുരീദ് ഇന്നത്തെ വൈകുന്നേരത്തിൽ അർവാഹുകളുടെ യോഗത്തിലേക്ക് പങ്കെടുക്കുമെന്ന് മനുഷ്യ തങ്ങൾ പാപ മനസ്സിലാക്കുകയാണ്. 2 ദിവസം മുമ്പ് അറിയാണ് ഞാന് മരിക്കുമെന്ന്. ഇതാണ് കോയക്കുട്ടി ഉസ്താദ്. അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിനാണ് എന്തു പറയുക, സമസ്ത എന്ന് പറയുക. ജാടകളില്ലാത്ത മനുഷ്യൻ, നന്നായി ഡ്രസ് ചെയ്തെങ്കിലേ എന്നെ ആളുകൾ ശ്രദ്ധിക്കൂ എന്ന് തോന്നുന്ന, വലിയ വലിയ വാഹനവും വലിയ സൗകര്യങ്ങളും വലിയ വേഷവും ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളുടെ ഇടയിൽ നേതാവാകാനൊക്കൂ എന്ന് വിശ്വസിക്കുന്ന നവകാലീന സമകാലീന കാലക്രമത്തിലെ അഭിനവ പണ്ഡിതന്മാർക്ക് മാതൃകയായി ബഹുമാനപ്പെട്ട സിയാനക്കര കോയക്കുട്ടി ഉസ്താദ്, അല്ലാഹു അവരുടെ സ്ഥാനം ദർജ ഉയർത്തി കൊടുക്കുമാർ ആവട്ടെ. മരിച്ചുപോയ എല്ലാ മഹാന്മാരുടെ പേരിലും അവർ നിത്യേനെ പതിവായി ഫാത്തിഹ ഓതാറുണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇതൊന്നും പറയാൻ ആഗ്രഹിച്ച ആളായിരുന്നില്ല. പക്ഷേ ആ മഹാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെയൊക്കെ കാലത്ത് ജീവിച്ച നമുക്കെന്തു പ്രസക്തി? അവർക്കോ പ്രസക്തി, അവർക്കോ ചരിത്രം, അവർക്കോ ശ്രേഷ്ഠത. അവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോയ സാധാരണക്കാരിൽ സാധാരണക്കാരനായ എനിക്കും നിങ്ങൾക്കും എന്തു സ്ഥാനമാ ഉള്ളത്? അവരുടെ കാലിന്റെ ചവിട്ടിലെ മണ്ണ് വാരാൻ പോലും നമുക്ക് അവകാശമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇനി ഒരു കാര്യം പറയട്ടെ, അവരാണ് നമുക്ക് മജ്ലിസുന്നൂർ ഏൽപ്പിച്ചു തന്നത്. എന്താണ് മജ്ലിസുന്നൂർ? ചില ആളുകൾക്ക് തോന്നും ഇതൊക്കെ എന്താ ഒരു മജ്ലിസുന്നൂർ എന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ മഹല്ലിൽ എല്ലാ മാസവും മജ്ലിസുന്നൂർ നടത്താൻ ഇവിടുത്തെ മഹല്ലു ജമാഅത്ത് മുന്നോട്ട് വരണം. നാട്ടിലെ സഹോദരങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാ നാടുകളിലും ഇന്ന് മജ്ലിസുന്നൂറാണ്. നിങ്ങൾ കാഞ്ഞങ്ങാട് മഹല്ലു ജമാഅത്തിലെ മുഴുവൻ ജമാഅത്തും എടുത്ത് പരിശോധിച്ചു നോക്ക്. എല്ലാ ലോകത്തും എല്ലാ സ്ഥലങ്ങളിലും മജ്ലിസുന്നൂറാണ്. കേരളത്തിൽ, ഇന്ത്യയിൽ, ഏഷ്യയിൽ, അറബ് നാടുകളിൽ, സകലമാന ലോകങ്ങളിലും രാജ്യാന്തര ഗമനം നടത്തുകയാണ് മജ്ലിസുന്നൂർ. എന്താ മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞാൽ? ബദ്ർ ബൈത്ത്, ബദരീങ്ങളുടെ പേര് പറയാ, അതിനാ മജ്ലിസുന്നൂർ എന്ന് പറയാ. അപ്പൊ ചില ആൾക്കാർക്ക് എന്താ മജ്ലിസുന്നൂർ? LDF ഗവൺമെന്റ് വന്നപ്പോ എന്താ പറഞ്ഞത്? അവര് പറഞ്ഞു 4 വരി പാത. UDF വന്നപ്പോ പറഞ്ഞു എക്സ്പ്രസ് ഹൈവേ. ഇതുതന്നെയാണ് ബദ്ർ ബൈത്ത് എന്ന് പറയുന്നു. നമ്മളതിനൊരു പേരിട്ടു മജ്ലിസുന്നൂർ. മജ്ലിസുന്നൂർ എല്ലാ വീടിലും വേണം. നമ്മുടെ പഴയകാല ചരിത്രത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ ഇന്നലകളുടെ ചരിത്ര വഴികളിൽ, മുസ്ലിം നവോത്ഥാന വികാസ ചരിത്രത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഈ ബദരീങ്ങളുടെ ബൈത്ത് കാണാൻ സാധിക്കും. ബദരീങ്ങളോടുള്ള സ്നേഹം അത് ഈമാനിന്റെ ഭാഗമാണ്.
അത് ഈമാനിന്റെ ഭാഗമാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദർ വഅൻതും അദില്ലാ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, ബദരീങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. പിശാച് ഓടിപ്പോയി. നമ്മൾ പിശാചിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണോ? നമുക്ക് ബദരീങ്ങള് വേണം, ബദരീങ്ങളെ സ്നേഹം വെക്കണം. ബദരീങ്ങളെ അല്ലാഹു സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബദരീങ്ങളെ സ്നേഹിക്കുമ്പോ അല്ലാഹു നമ്മളെയും സ്നേഹിക്കും. ബദരീങ്ങളെ അല്ലാഹു കാത്തിട്ടുണ്ട്. മുന്നോട്ട് നോക്കിയാൽ മണൽ തിട്ടകളും പിന്നോട്ട് നോക്കിയാൽ വടക്കൻ കാറ്റുകളും മാത്രം കാണുന്ന അറബ് മണൽ പരപ്പിൽ വിശുദ്ധ ഇസ്ലാമിന്റെ വെന്നിക്കൊടി പറക്കാൻ, ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പട നയിച്ച 313ഓളം വരുന്ന ബദർ ശുഹദാക്കളെ അനുസ്മരിക്കുന്നതിനാണ് മജ്ലിസുന്നൂർ എന്ന് പറയുന്നത്. ആ ബദരീങ്ങളെ അല്ലാഹു സഹായിച്ചു. അതുകൊണ്ട് ബദരീങ്ങളെ ആര് ഇഷ്ടം വെച്ചാലും അല്ലാഹു അവരെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളെ സ്നേഹിക്കാതെ ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധ്യമല്ല. ഏത് ഔലിയായിനും ഔലിയാവാൻ കഴിയില്ല. 17-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസപുത്രനെ, സമുദ്ധാരക മുജദ്ദിദ് അൽ ഖുത്ബിർ റബ്ബാനി വൽ ഖൗസി സമദാനി മഹ്ബൂബ് സുബ്ഹാനി ഖുത്ബിൽ അഖ്ദാബ് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി അഹ്മദ് അൽ കബീർ റിഫായി ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ദാവൂദ് അൽ ഹക്കീം അൽ മുദ്ഫത്തി, ആരുമാവട്ടെ അല്ലാഹുവിന്റെ തരീഖത്തിന്റെ ഹിദായത്തിന്റെ രാജവീതികളെ ധന്യമാക്കിയ പാപഭംഗിരമായ ഹൃദയങ്ങളെ വിശുദ്ധിയുടെ താഴ്വാരങ്ങളിലേക്ക് അനയിച്ച് റബ്ബിനോടടുപ്പിച്ച മുഴുവൻ ഔലിയാക്കന്മാരും ബദരീങ്ങളുടെ പേര് പറഞ്ഞവരാ. ബദരീങ്ങളെ പേര് പറയാതെ ഒരു ഔലിയാവിനും ഔലിയാവാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ഖുർആൻ ഓതിയാലും, എത്ര സ്വലാത്ത് ചൊല്ലിയാലും, എത്ര ദിക്ർ ചൊല്ലിയാലും അല്ലാഹുവിന്റെ ബദരീങ്ങളെ പറയാതെ, അവരെ സ്നേഹിക്കാതെ അല്ലാഹുവിന്റെ സാമീപ്യം ഒരിക്കലും അസാധ്യമാണ്. ലം യഅ്തിഹി, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്നത് അതാണ്. എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലം യഹ്സിലുൽ വിലായത്തു ഇല്ലാ ബിദിക്രി അസ്മാഇഹിം. അല്ലാഹുവിന്റെ ബദരീങ്ങളുടെ പേര് പറയാതെ ഒരാൾക്കും അല്ലാഹു ഔലിയാഇന്റെ പട്ടം നൽകുകയില്ല എന്ന് നമ്മുടെ ദീന് പഠിപ്പിക്കുകയാണ്. അപ്പൊ ബദരീങ്ങളുടെ സ്ഥാനം എത്രയാ? എത്ര വലിയ ആലിമായാലും, എത്ര വലിയ വിജ്ഞാനിയായാലും, എത്ര വലിയ സൂഫിയായാലും അവനെ റബ്ബ് പരിഗണിക്കണമെങ്കിൽ അവൻ ബദരീങ്ങളുടെ പേര് പറയുകയും അവരെ സ്നേഹിക്കുകയും വേണമെന്നാണ് അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പഴയകാല വീടുകളിലൊക്കെ വല്ലാതെ ഉണ്ടായിരുന്നു, അല്ലേ? ബദർ ബൈത്തൊക്കെ ചെല്ലുന്ന ഒരു സ്വഭാവം നമ്മുടെ വീട്ടിൽ പഴയ കാലത്ത് വളരെ അധികം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. അതുകൊണ്ട് വലിയ വിഷമങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. തീർത്താൽ തീരാത്ത സങ്കടങ്ങൾ, വീട്ടിലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ്, സ്നേഹബന്ധങ്ങൾ കുറയുകയാണ്. എല്ലാം മാരകമായ രോഗങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ രോഗങ്ങളാ, ഏതൊക്കെ രോഗങ്ങളാ! നമ്മളെ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന രോഗാതുരമായ അവസ്ഥകളിലാണ് ഓരോരുത്തരും കഴിയുന്നത്. മാരകമായ രോഗങ്ങൾ, ക്യാൻസറുകൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, സകലമാന രോഗങ്ങളും നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരികയാണ്. കാരണം എന്താ? മഹാന്മാരെ ഓർക്കുന്ന ഒരു വീട് നമുക്കില്ല, ഒരു നാട് പോലും നമുക്കില്ലാതാവുകയാണ്. പണ്ട് പള്ളികളിലൊക്കെ
ബദർ ബൈത്ത് പാടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ പള്ളികളിൽ നിന്ന് പാടെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലാണ് മജ്‌ലിസുൻ നൂർ കടന്നു വരുന്നത്. ബദരീങ്ങളുടെ മദ്ഹ് പറയുന്ന, ബദരീങ്ങളുടെ പേര് പറയുന്ന ഒരു ബൈത്ത് മജ്‌ലിസുൻ നൂർ. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മരണാസന്നനായി മരിക്കാൻ കാത്തുകിടക്കുമ്പോ, മരണത്തിന്റെ വിളിയാളത്തിന് കാത്തു നിൽക്കുമ്പോ ആരാ കാത്തു നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ ഹിജ്റ 150 ഉത്ഥാന പതനങ്ങളെ സജീവമാക്കിയ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിന്റെ അവസാനത്തെ വാക്ക് ഇമാമുന ശാഫിഈ സമാനതകളില്ലാത്ത പാണ്ഡിത്യത്തിന്റെ നിറകുടമേ ഇമാമുന ശാഫിഈ, സൂഫിസത്തിന്റെ പിതാവേ ഇമാമുന ശാഫിഈ, തസവ്വുഫിന്റെ കർമ്മകാണ്ഡമേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ദീവാനു ശാഫി എന്ന പ്രഗൽഭമായ അറബ് സാഹിത്യം, അറബ് കവിത ഉമ്മത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ കവിത ലോകത്തിന് പരിചയപ്പെടുത്തിയ ഇമാമുന ശാഫിഈ സൂഫികൾക്കു മാതൃക, പണ്ഡിതർക്കു മാതൃക, എല്ലാവർക്കും മാതൃകയായി ജീവിച്ച ബൃഹത് ഗ്രന്ഥങ്ങൾ ഈ ഉമ്മത്തിന് സമർപ്പിച്ച് ഈ ഉമ്മത്തിന്റെ ആശയങ്ങളെ, ദീനിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ ക്രോഡീകരിച്ച ഇമാമുന ശാഫിക്ക് ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാൻ ഏറെ ദൂരം താണ്ടേണ്ടതില്ല. പക്ഷേ താൻ മരിക്കാൻ കിടക്കുമ്പോ ഇമാമുന ശാഫി മരിക്കാൻ വേണ്ടി മരണത്തെ കാത്തു കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യഗണങ്ങളെ അടുത്തു വിളിച്ചിരുത്തിയിട്ട് അവരോട് പറയുകയാ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഖുർആൻ ഓതണേ എന്ന് ഞാൻ കോഴിക്കോട്ടെ ഉസ്താദ് അങ്ങനെ പറഞ്ഞുവെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഖുർആൻ ഓതണേ. ഖുർആൻ ഏതാ ഓതേണ്ടതെന്നറിയുമോ? ഏത് സൂറത്താണെന്നറിയോ? ഏത് ആയത്താണെന്നറിയോ? അല്ലാഹുവിന്റെ വിശ്വപ്രശസ്തരായ അവന്റെ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്ത് സംസ്ഥാപനം ചെയ്യാൻ ചരിത്രത്തിന്റെ ബദറിന്റെ ഇന്നലകളിൽ കടന്നു വന്ന ധീരശൂര പരാക്രമികളായ വില്ലാളി ബീജനായ വിജികേഷിയായ ഈമാനിന്റെ ജ്വലിക്കുന്ന മല പോലെ ബഹുമാനപ്പെട്ട സുഹാബുൽ ബദരീങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഓത് എന്ന് തന്റെ കുട്ടികളോട് ഇമാമുന ശാഫി കൽപ്പിക്കുകയാണ്. എന്തിനാണ് കൽപ്പിക്കുന്നതെന്നറിയുമോ? മരണത്തിന്റെ വേദന ലഘൂകരിക്കപ്പെടാൻ, നോവേറിയ മരണത്തിന്റെ ഭീതിതമായ അവസ്ഥകളിൽ നിന്ന് മോചനം നേടാൻ ആരാ പറയുന്നത്? നമ്മുടെ ഇമാമാ പറയുന്നത്. എന്റെ മരണം എളുപ്പമാകാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ ബദരീങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ ഓതണേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നിമിഷം ഇവിടെ ചിന്തിക്കണം. നമ്മൾ ഇമാമുന ശാഫി പോയിട്ട് ആ ചരിത്രം കൂടി വായിക്കാൻ യോഗ്യരല്ല. നമ്മള് സാധാരണക്കാരാണ്. നമ്മൾ ഒരു വട്ടമെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യുന്നുണ്ടോ? മാസത്തിലെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് മരിച്ചു പോകേണ്ട തടിയാ. പള്ളി കമ്മിറ്റിക്കാര് ചേർന്നിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകേണ്ട തടിയാ. പള്ളിക്കാട്ടിലെ ബാക്കി ഞാൻ പാടണോ പ്രിയപ്പെട്ടവരെ? കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ? നമ്മുടെ അവസ്ഥകൾക്ക് ആർക്കറിയാം? നമ്മളെയും ഖബറിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ?
അതുകൊണ്ട് നമുക്ക് നല്ല മരണമുണ്ടാവാൻ ഇമാമുന ശാഫി പോലും തന്റെ മരണത്തിന്റെ സമയത്ത് ബദരീങ്ങളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ ആയത്ത് ഓതാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോ നമ്മളൊക്കെ എത്ര വട്ടം ബദരീങ്ങളെ ഓർക്കണം? ഓർത്താലും 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 മതിയാകുമോ? ഇല്ല, മതിയാകില്ല, മതിയാകില്ല, മതിയാകില്ല. ഇതുതന്നെയാണ് നമ്മുടെ പഴയ പ്രതാപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഒക്കെ നമ്മുടെ പഴയ കാലത്ത് വീടുകളിൽ നിന്ന് ഉറക്കെ പാടിയത്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് ഗോസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഉറക്കെ ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അവര് വെറുതെ പാടിയതല്ല. അതുകൊണ്ട് നമുക്ക് ഈമാൻ കിട്ടി മരിക്കാൻ ഓരോ മഹല്ലിലും ഓരോ വീട്ടിലും മജ്ലിസുൻ നൂർ പാടണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്പർ 1. 2, നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് റളിയല്ലാഹു അൻ ശംസിൽ ഉലമാ റളിയല്ലാഹു അൻ സൈനിൽ ഉലമാ. ശൈഖുനാ ശംസുൽ ഉലമാ 21-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസപുത്രനായി, ലോകം കണ്ടിട്ടില്ലാത്ത പാണ്ഡിത്യത്തിന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായി, പണ്ഡിത സാമ്രാജ്യത്തിന്റെ അധിപനായി കടന്നു വന്ന, സമാനതകളില്ലാത്ത പാണ്ഡിത്യത്തിന്റെ നിറകുടം, ജീവിതകാലത്ത് തന്നെ ആരും തന്നെ തോൽപ്പിക്കാൻ ഇതല്ലാത്ത വിധം പാണ്ഡിത്യത്തിൽ, ദർശനത്തിൽ എല്ലാ കാര്യത്തിലും മുൻനിരയിൽ നിന്നിരുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യ ശ്രേഷ്ഠനായ നേതൃത്വമേ ശൈഖുനാ ശംസുൽ ഉലമാ കാലങ്ങൾ എത്രയോ മുമ്പ് വഫാത്തായി പോയ മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അർവാഹുകളുമായി മഖ്ബറകളിൽ ചെന്നിട്ട് സംസാരിക്കാൻ കഴിവുള്ള അങ്ങേയറ്റത്തെ വിലായത്തിന്റെ പദവി ആവാഹിച്ചിരുന്ന ശൈഖുനാ ശംസുൽ ഉലമാ നമ്മൾ മടവൂരിൽ പോയാൽ മടവൂരിൽ പോയിട്ട് ഊതിയിട്ട് തിരിച്ചു വരും. എന്നാൽ കോഴിക്കോട് ശൈഖിന്റെ പള്ളിയിൽ പോയാൽ സിയാറത്ത് ചെയ്തിട്ട് ബറക്കത്തിന്റെ ചീരണി എടുത്ത് തിരിച്ചു വരും. എന്നാൽ ശൈഖുനാ ശംസുൽ ഉലമ എങ്ങാനും കോഴിക്കോട് ശൈഖിന്റെ പള്ളിയിൽ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോ ആ മണ്ണിൽ കിടന്നുറങ്ങുന്ന വലിയുമായി സംസാരിച്ചിട്ട് തിരിച്ചു വരാറുള്ളൂ. ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച പേരുകേട്ട ഔലിയാക്കന്മാരുടെ മഖ്ബറകളിൽ ചെന്നിട്ട് ആ മഖ്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഔലിയാക്കന്മാരോട് സംവദിക്കാൻ സാധിച്ചിരുന്ന, തന്റെ വിജ്ഞാനത്തിന്റെ പ്രഭ കൊണ്ട് വിലായത്തിനെ മറച്ചുവെച്ച ശൈഖുനാ ശംസുൽ ഉലമാ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിം ഉമ്മത്തിന്റെ വിചാരപഥങ്ങളെ തന്റെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിക്കാൻ ശേഷിയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ എല്ലാവരുടെയും പേടി സ്വപ്നം, സർവമാന ഇസങ്ങളുടെയും സർവമാന ആശയങ്ങളുടെയും പേടി സ്വപ്നവും വിശുദ്ധ ഇസ്ലാമിന്റെ ഗർജിക്കുന്ന സിംഹവും വാളുമായി ലോകത്തെ പരിലസിച്ച് ഇന്നും മുസൽമാന്റെ അഭിമാനത്തിന്റെ നെഞ്ചിൻ കൂട്ടിലെ ജ്വലിക്കുന്ന താരകമായി നിലകൊള്ളുന്ന ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റെ ജീവിതത്തിൽ തന്റെ ഓരോ ദിവസത്തിലും 2 വട്ടം മജ്ലിസുൻ നൂർ പാടാറുണ്ട്. അതായത് ബദരീങ്ങളുടെ പേര് പറയാറുണ്ട്. ആര്? ശൈഖുനാ ശംസുൽ ഉലമാ. ശൈഖുനാ ശംസുൽ ഉലമാ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇനി തീരുമാനിക്കുക, നമ്മുടെ നാട്ടിൽ വേണോ മജ്ലിസുൻ നൂർ? വേണമെന്ന് പറയാനുള്ള ആർജവമുണ്ടാവണം. അത് ഈമാൻ ഉണ്ടാവുമ്പോഴാണ് അത് വരുന്നത്. ഈമാനുള്ളവർക്ക് അത് വേണമെന്നേ പറയാൻ പറ്റൂ. അതിനൊരു സംവിധാനം
ഇവിടെ ഉണ്ടാവണം. ഇത്ര മഹല്ലുകളിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. എന്ത് വലിയ രോഗശിഫായാണതെന്നറിയോ നിങ്ങൾക്ക്? ഞാൻ IT എന്ന് പറയുന്ന ദേശം ഇവിടെ അടുത്താണ്. ഏതാ IT? എവിടെയാ? തൃക്കരിപ്പൂരിൽ ഞാനൊരു മജ്‌ലിസുൻ നൂറിന് പോയപ്പോ അവിടെ ജംസ് സ്കൂളിൽ വെച്ചൊരു മജ്‌ലിസുൻ നൂർ നടന്നു. കണ്ണു കാണാത്ത നഫീസയും ആ മജ്‌ലിസുൻ നൂറിൽ പങ്കെടുത്തു. തന്റെ രണ്ട് കുഞ്ഞുങ്ങൾ കണ്ണു കാണാത്ത നഫീസയെ പിടിച്ചു കൊണ്ടുവന്ന് സദസ്സിലിരുത്തി. മജ്‌ലിസുൻ നൂർ കഴിഞ്ഞപ്പോൾ എല്ലാരും പിരിഞ്ഞു പോകുമ്പോ നഫീസയും പിരിഞ്ഞു പോവുകയാണ്. ഓടി വന്നു മക്കള് പറഞ്ഞു നഫീസ ഉമ്മയോട്, ഉമ്മ നിങ്ങൾ നിക്കി, ഞങ്ങളെ പിടിക്കട്ടെ, നിങ്ങളിങ്ങനെ തിരക്ക് കൂട്ടിയാലോ, നിങ്ങൾക്ക് കണ്ണു കാണില്ലല്ലോ ഉമ്മ. നഫീസ പറയുകയാ, എന്റെ അരുമ മക്കളെ, നഫീസക്ക് കണ്ണു കാണില്ലായിരുന്നു. ഈ മജ്‌ലിസുൻ നൂറിൽ വരുന്നതിന് മുമ്പ് ഇന്ന് ഈ മജ്‌ലിസുൻ നൂറിൽ ഇരുന്നത് കഴിഞ്ഞ് പിരിഞ്ഞപ്പോ നഫീസയുടെ കണ്ണുകളിൽ വെളിച്ചത്തിന്റെ ഇതാ വെള്ളിക്കീറ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എല്ലാ ഡോക്ടർമാരും ഇനി കാണില്ലെന്ന് മുഴുവൻ നേത്ര വിദഗ്ധന്മാരും എഴുതിയ നഫീസയുടെ കണ്ണുകൾക്ക് കണ്ണിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ രക്തം കട്ട പിടിച്ചത് കൊണ്ട് കണ്ണു കാണാൻ ഇനി കഴിയില്ല നഫീസ എന്ന് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ട് നിരാശയോടെ ആശുപത്രിയുടെ ചവിട്ടടികൾ താണ്ടി വീട്ടിലേക്ക് നിരാശയോട് വന്ന നഫീസയോട് ആരോ പറഞ്ഞു മജ്‌ലിസുൻ നൂറിലേക്ക് പോകണം നഫീസ എന്ന്. നഫീസ മജ്‌ലിസുൻ നൂർ കഴിഞ്ഞു പോകുമ്പോ നഫീസക്ക് കണ്ണു കാണാം. സൂര്യയും മറ്റുള്ള ദീനമടങ്ങലും ബദിരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ മുഹമ്മദുർ റസൂലുള്ളാഹ്. വേണ്ടേ നമുക്കിതൊക്കെ? രോഗം മാറാൻ മരുന്ന് കൊണ്ട് കഴിയുന്നില്ല, ഒരു മരുന്നും ഫലിക്കുന്നില്ല. മരുന്ന് എത്ര നിങ്ങളുടെ വീട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ? ഈ മജ്‌ലിസിൽ ഷുഗർ പേഷ്യന്റ് ഇല്ലേ? ഈ മജ്‌ലിസിൽ പ്രമേഹമുള്ളവരില്ലേ? ഈ മജ്‌ലിസിൽ മൂത്രത്തിന്റെ പ്രയാസമുള്ളവരില്ലേ? ഈ മജ്‌ലിസിൽ കിഡ്നിക്ക് പ്രയാസമുള്ളവരില്ലേ? ഈ മജ്‌ലിസിൽ ക്യാൻസർ ഉള്ളവരില്ലേ? ഈ മജ്‌ലിസിൽ പാൻക്രിയാസ് ഉള്ളവരില്ലേ? ഈ മജ്‌ലിസിൽ സോറിയാസിസ് ഉള്ളവരില്ലേ? ഈ മജ്‌ലിസിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവരില്ലേ? ഈ മജ്‌ലിസിൽ ഗ്യാസ് ട്രബിളിന്റെ രോഗമുള്ളവരില്ലേ? മാറാത്ത തലവേദനയുള്ളവരില്ലേ? കാലുവേദനിക്കുന്നവരില്ലേ? വയറുവേദനിക്കുന്നവരില്ലേ? ശരീരം മുഴുവനും വേദനിക്കുന്നവരില്ലേ? ഈ രോഗത്തിന് ഫലം, ഈ രോഗത്തിനൊക്കെ ശിഫ വേണ്ടേ? ശിഫ എവിടുന്നാ ശിഫ? അത് മഹാന്മാരിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത് പ്രിയപ്പെട്ടവരെ. അത് മഹാന്മാരിൽ നിന്നാണ് കിട്ടേണ്ടത്. സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വയറുവേദന വന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു പറഞ്ഞു, ആ പർവ്വതത്തിന്റെ താഴെ വളർന്ന് പന്തലിക്കുന്ന ഒരു സസ്യമുണ്ട്, ആ സസ്യത്തിന്റെ ചാറെടുത്ത് കുടിക്കണം. ഉടൻ കുടിച്ചപ്പോ വയറുവേദന മാറി. കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോ വീണ്ടും വയറുവേദന വന്നു. പിന്നീട് പ്രാർത്ഥിച്ചില്ല, റബ്ബിനോട് ചോദിച്ചില്ല. മുൻപത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഓടിപ്പോയി മലയിൽ നിന്ന് ചെടി പറിച്ച് ചാറ് കുടിച്ചപ്പോ ഒരിക്കലും വയറുവേദന മാറിയില്ല. പിന്നെയും കുടിച്ചു, മാറിയില്ല. എന്നിട്ടും കുടിച്ചു, മാറിയില്ല. റബ്ബേ, എന്താ മാറാത്തത്? അല്ലാഹു പറഞ്ഞു, മൂസ, ആദ്യം നീ എന്നെ ഓർത്തു മൂസ, പിന്നീട് നീ മരുന്ന് മാത്രം കുടിച്ചു മൂസ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരുന്ന് കുടിക്കുന്നു, നമ്മളെ രോഗം മാറുന്നില്ല അല്ലേ? നമുക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൂടെ? നമുക്ക് അള്ളാഹുവിന്റെ മഹാന്മാരെ ബന്ധപ്പെടുത്തി മരുന്ന് കുടിച്ചുകൂടെ? അതാണ് മജ്‌ലിസുൻ നൂർ, അതാണ് നഫീസക്ക് കിട്ടിയ അനുഭവങ്ങള്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ് പഴയ കാലത്തെ ഉമ്മമാരൊക്കെ ജീവിച്ചത്. നമ്മുടെ പെൺകുട്ടികളൊക്കെ അങ്ങനെയാ മുന്നോട്ട് പോയത്. ഏത് പെൺകുട്ടിയാ പണ്ടൊക്കെ പാടാതിരുന്നത്? ബിസ്മിയും ഹംദും സലാത്തും നൽസലാമും മുന്നേ ബിള്ളിനെ വീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. പാടിയിട്ടില്ലേ?
പാടിയിട്ടില്ലേ? ഇപ്പൊ ആരാ പാടല്ലേ? ഇപ്പൊ പാടാറുണ്ടോ ഉമ്മ? ഇപ്പോൾ പാടാറുണ്ടോ ഉമ്മ? ആണുങ്ങളും പാടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോ, ഒരു വിസയുടെ, പാസ്പോർട്ടിന്റെ, ജോലിയുടെ, കൃഷിയുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുമ്പോ അവൻ ഓടിച്ചല്ലോ, എന്നിട്ട് റബ്ബിനോട് പറയും, റബ്ബേ നീ ശരിയാക്കി തരണമെന്ന്. എന്നിട്ട് കാലി മുഹമ്മദ് രചിച്ച ഒരു കിതാബുണ്ട്, ആ കിതാബ് എടുക്കും അല്ലേ? കാലി മുഹമ്മദിനറിയില്ലേ? കോഴിക്കോട്ട് തൂറ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ കണ്ടനാരി വാളൻ കാട്ടിത്താരും പോലെ കാലി മുഹമ്മദ് എന്ന് പേരുള്ളവർ ഇസ്ലാമിക ചരിത്രത്തിന്റെ നവോത്ഥാന ശില്പികളിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത കാലി മുഹമ്മദ് നമുക്ക് സമ്മാനിച്ച ഒരു മാലയുണ്ട്. അതേതാ മാല? അതേതാ മക്കളെ മാല? അത് മലബാർ ഗോൾഡിന്റെ മാലയാണോ? അത് ആലുക്കാസിന്റെ മാലയാണോ? അത് അറബിക്കടലിന്റെ ആഴങ്ങളിലുള്ള മാലയാണോ? അല്ല അല്ല, ആ മാല ബദർ മാലയാ. അത് മുഹിയുദ്ദീൻ മാലയാ. അത് മുഹിയുദ്ദീൻ മാലയാ. അല്ലാ തിരുഫേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ യാ മുഹിയുദ്ദീനി യാ മുഹിയുദ്ദീനി യാ മുഹിയുദ്ദീനി അബ്ദുൽ ഖാദിർ ജിലാനി. നോക്ക്, അത് പാടുമ്പോ മനുഷ്യന്മാരെ മുഖത്തെന്തൊരു സന്തോഷമാ. പാൽ വെളിച്ചം പോലെ മുഖം തിളങ്ങുകയല്ലേ? മഹാന്മാരായ അമ്പിയ, മഹാന്മാരായ ഔലിയാക്കന്മാരുടെ അവദാനങ്ങൾ വാഴ്ത്തിയിട്ട് ഈ ഉമ്മത്ത് ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളെയും മറികടന്നില്ലേ? ഇന്ന് നമ്മളത് മറന്നില്ലേ? ഇന്ന് നമ്മളത് മറന്നില്ലേ? ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ ഏതൊരു വഴിയിലൂടെയാണോ നടന്നത്, ആ വഴിയിൽ കൂടി നടന്നെങ്കിലേ നമ്മളും രക്ഷപ്പെട്ടു. ആ വഴി മാത്രമേ നമുക്ക് രക്ഷയായിട്ടുള്ളൂ. ഹോസ്പിറ്റലുകൾ കുറേയുണ്ട്, മണിച്ചിത്തിരയുണ്ട്, അതുപോലെ തന്നെ യുഎസ്ലാൻഡ് ഉണ്ട്, ഇന്ത്യാനയുണ്ട്. ഹോസ്പിറ്റലുകൾ കുറേയുണ്ടെന്ന് കരുതി രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. റബ്ബിന് സമർപ്പിക്കണം. റബ്ബിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ മുഹിബായി നമ്മൾ മാറുമ്പോ നമ്മൾ കുടിക്കുന്ന മരുന്നിന് അല്ലാഹു ശിഫ തരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ആപത്തുകളും മുസീബത്തുകളും ഒക്കെ വന്നപ്പോ നമ്മളെ വീടിലെ ഉമ്മമാര് പാടി. എന്താ പാടിയത്? എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബർക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇതാണ് മജ്ലിസുൻ നൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മഹല്ലു ജമാഅത്ത് ഇൻഷാ അല്ലാഹ് എല്ലാ മാസത്തിലും ഒരു മജ്ലിസുൻ നൂർ ഇവിടെ സംഘടിപ്പിക്കണം. കമ്മിറ്റിക്കാർക്ക് അവിടെ ഇല്ലേ? ജനങ്ങൾ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഒന്നുറക്കെ പറയും. അല്ലാഹു അക്ബർ. ആരാ പ്രസിഡന്റ്? ആരാ? അബ്ദുൽ കരീം. അദ്ദേഹത്തിന് സാക്ഷി നിർത്തി ഞാൻ പറയാണ്. ഒരു സാമ്പത്തിക അബ്ദുസ്സലാം. അൽഹംദുലില്ലാ, രണ്ടും ആവട്ടെ. എന്തായാലും പ്രസിഡന്റ് ഒന്നും തെറ്റിപ്പോയിട്ടില്ല, അതുകൊണ്ട് ബേജാറില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ എല്ലാ മാസത്തിലും ഒരു ദിവസം മജ്ലിസുൻ നൂർ. വലിയ ചെലവൊന്നുമില്ല, ഇത് സാമ്പത്തികമായി യാതൊരു ചെലവുമില്ല. പള്ളിയിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് തന്നെ, എന്തെങ്കിലും ഒരു ബോക്സ് എക്സ്ട്രാ പള്ളിയിൽ ഉണ്ടാവില്ലേ, ആ ബോക്സ് തന്നെ ഫിറ്റ് ചെയ്യാം. കിതാബ് ഇൻഷാ അല്ലാഹ് കിതാബും കൊടുക്കാം. മനസ്സറിഞ്ഞിരുന്നിട്ട് ചെല്ല. ഇൻഷാ അല്ലാഹ് നാട്ടിലെ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ തീരാൻ ഇത് മതി. ഇത് പണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരനായ പണക്കാട്
ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമുക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. തങ്ങന്മാര് തന്നതാണ്. തങ്ങന്മാരൊക്കെ തരുമ്പോ വളരെ വലിയ മഹത്വമുള്ള ഒരു വലിയ കാര്യമാണ്. തങ്ങന്മാരുടെ കൈകളിൽ നിന്നൊക്കെ അതിനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയമായ നേതൃത്വം ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് ആലിമ്യങ്ങൾ, സയ്യിദന്മാരൊക്കെ ഇത് കൃത്യമായി ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഒരു സമ്മതം ഇതിലുണ്ട്. പിന്നെ ഇതിന്റെ തുടക്കത്തിൽ കുറച്ച് ഖുർആനുണ്ട്. നമ്മൾ ഖുർആനൊക്കെ ഓതാൻ മറന്നുപോയില്ലേ? ഖുർആൻ ഓതാനൊക്കെ നമ്മൾ മറന്നുപോയി. നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതണം. ഇൻഷാ അല്ലാഹ് മജ്‌ലിസുൻ നൂർ നടക്കുമ്പോ ഖുർആനും ഓതേണ്ടി വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ തുടക്കത്തിൽ 7 ഫാത്തിഹയുണ്ട്, 3 ഖുൽ ഹുവല്ലാഹു ഉണ്ട്, അവസാനം യാസീനുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ആള് ഖബറിലുണ്ട്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോ അവരുടെ ഖബറിലേക്കൊക്കെ ഈ യാസീൻ ഹദിയ ചെയ്യപ്പെടും. അപ്പൊ അവർക്ക് പ്രതിഫലം കിട്ടും, അല്ലെ? മരിച്ചുപോയ ആളുകൾക്ക് ഒരു ഗുണം, നമുക്ക് ഓതിയ കൂലി, നമുക്ക് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങും. നമ്മുടെ നാടിന് കാവല്. അൽഹംദുലില്ലാഹ്, നല്ലൊരു പരിപാടി. ഗമ്മത്തൂടി ഉണ്ടെങ്കിലും പറയും വേണ്ട. ഗമ്മത്തിന് പിന്നെ ഞാൻ നിർബന്ധിക്കണില്ല. അതാരെങ്കിലും ഒക്കെ കൊടുക്കാനുണ്ടോ? നല്ല നെയ്ച്ചോറും ഇറച്ചി പെരട്ടിയതും കണ്ടില്ലേ നോക്കണത്. അതൊക്കെ ആവുമെങ്കിൽ ആക്കിയാൽ മതി. അത് പിന്നെ നിർബന്ധമുള്ള വിഷയമല്ല. നമ്മളെ പുരയിലാക്കിക്കോളി, ഓരോരുത്തർ പുരയിലും. മാഷാ അല്ലാഹ്. അപ്പൊ അതൊക്കെ പിന്നെ വേണമെങ്കിൽ ചെയ്താൽ മതി. അങ്ങനെ മാസത്തിൽ ഒരു സദസ്സ്. എന്താ? അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഈ മഹലിൽ എല്ലാ മാസത്തിലും ഏതെങ്കിലും ഒരു ദിവസം ഇതുപോലെ പെണ്ണുങ്ങൾക്ക് ഒരു മറിയെല്ലാം കെട്ടിയിട്ട് പെണ്ണുങ്ങളൊക്കെ വരട്ടെ. ഒലിങ്ങനെ വലിയ ആളായിട്ട് ബമ്പത്തിയാളായിട്ട് ഇങ്ങനെ കുത്തിരിക്കാണല്ലോ. ഇങ്ങനെ രാവിലെ പത്തിരി ചുട്ട്, വൈകുന്നേരം ഇസ്ത്രി ഇട്ട്, രാത്രി ജ്യൂസും കുടിച്ച് ഇങ്ങനെ കൂടുകയാണല്ലോ. 4-5 കുളിയും ഒക്കുന്നേ. അതിന്റെ കൂടെ കിടക്കട്ടെ. എന്തേ ഉണ്ടോ? പെണ്ണുങ്ങളൊന്നും ഇപ്പം മിണ്ടണില്ല. എല്ലാരും തലതാത്തി. മാഷാ അല്ലാഹ്. അപ്പോ ബമ്പത്തികൾ എല്ലാരും ബമ്പത്തികളാവണം. നല്ല ബമ്പത്തികള്. എങ്ങനത്തെ ബമ്പത്തികള്? സ്വർഗത്തിൽ പോകുന്ന ബമ്പത്തിയാവണം. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ഫാത്തിമത്തു സഹ്റ ഖബറ് കുഴിച്ചു വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് അതേ ഖബറിൽ മരണപ്പെട്ടു പോയ മഹിളകൾക്ക് മാതൃക, സൂഫീസത്തിന്റെ മഹിള മാതൃക ബഹുമാനപ്പെട്ട നഫീസത്ത് ബീവി. ഓലൊക്കെ കൂടെ നമ്മളെ പെണ്ണുകൂടി പോവാ. അൽഹംദുലില്ലാഹ്, എന്ത് സന്തോഷം! ആണുങ്ങൾക്കും സന്തോഷം, പെണ്ണുങ്ങൾക്കും സന്തോഷം. നാളെ മഹ്ശറയിൽ ഇവിടുത്തെ പെണ്ണുങ്ങളെ തന്നെ പിന്നെയും കിട്ടാണ്. അത് പറയണ്ട. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ ഇങ്ങനെ ദ്വാരക്കണ സമയത്ത് എഴുത്ത് വന്ന്, ഉസ്താദേ, എന്റെ ഭർത്താവിന് വേണ്ടിയിട്ട്, എന്റെ ഭർത്താവിന് നന്നാൻ വേണ്ടി, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി ദ്വാരക്കണേ, ദുആ ചെയ്യണേ. ദ്വാരെല്ലാം കഴിഞ്ഞ് കൊച്ചപ്പോ 1000 റുപ്യ, പടച്ചോനെ എന്റെ ഭാര്യ എന്നെ ദുനിയാവിൽ എനിക്ക് കഷ്ടപ്പെട്ടെ, ഇനി സ്വർഗത്തെയും കൂടി ഓളാവൂല, അതുകൊണ്ട് സ്വർഗത്തെ പുതിയൊരു ചരക്കായിക്കോട്ടെ. ഇങ്ങനെയൊക്കെയാണ്. പരിപാടിയെല്ലാം ഉണ്ട് ഇവിടെ. കോയിമുട്ടൊക്കെ ഉണ്ടല്ലോ റബ്ബേ, ഇതൊക്കെ കൊടുക്കാനില്ല, എങ്ങനെ മന്ത്രിച്ചു കൊടുക്കാനല്ലോ. മാഷാ അല്ലാഹ്, തടിയും കൂടി ഉസാറാവട്ടെ എന്നാ. കോഴിമുട്ട ഒരു സമീകൃത ആഹാരമാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷം. അപ്പോ എന്താ പറഞ്ഞത്? അങ്ങനെ നല്ല സന്തോഷത്തിലൊക്കെ ജീവിക്കണം. ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ നല്ല സ്നേഹത്തിൽ ജീവിക്കണം. നിങ്ങള് നല്ല പിരിച്ചും വേണം അങ്ങോട്ടും ഇങ്ങോട്ടും. നല്ല സ്നേഹത്തിൽ ജീവിക്കണം. പരസ്പരം സ്നേഹിക്കണം. മനസ്സുകൊണ്ട് സ്നേഹിക്കണം. പരസ്പരം അറിഞ്ഞും പുറത്തും ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഒക്കെ വലിയൊരു അല്ലാഹുവിന് റസൂൽ വളരെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? അങ്ങനൊക്കെ ജീവിക്കണം. അതിന് ഇതൊക്കെ സഹായിക്കും. ഉണ്ടോ? നല്ല മട്ടത്തിൽ നിസ്കാരമൊക്കെ കൃത്യമായി നിസ്കരിച്ചിട്ട് അൽഹംദുലില്ലാഹ് ഉറങ്ങാൻ നേരത്തെ ഒരു ഉളു എല്ലാം എടുത്തിട്ട് ഉറങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു ഖുൽ ഹുവല്ലാഹു ഒക്കെ ഓതണം.
പിന്നെ ഫാത്തിഹ എല്ലാം ഓതണം, ദിക്റൊക്കെ ഓതണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ദിക്റൊക്കെ ഓതിയിട്ട് വേണം ഉറങ്ങണമെങ്കിൽ. പാട് ഉറങ്ങരുത്, ദിക്ർ ചൊല്ലിയിട്ട് ഉറങ്ങണം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ദിക്റൊക്കെ തന്നിട്ടാണ് പോണത്. ഞാൻ ആ ദിക്റൊക്കെ കൊണ്ടാ വന്നത്. ആ ദിക്ർ നിങ്ങൾക്ക് തരാൻ പോവാണ്. നല്ല ദിക്റാണ്. കുട്ടികളുണ്ടാകാൻ ആ ദിക്ർ നല്ലതാണ്. മഴ പെയ്യാൻ ആ ദിക്ർ നല്ലതാണ്. സമ്പത്തുണ്ടാവാൻ ആ ദിക്ർ നല്ലതാണ്. വീട്ടിൽ സ്നേഹവും ഐശ്വര്യവും ഉണ്ടാവാൻ ആ ദിക്ർ നല്ലതാണ്. ആ ദിക്ർ അന്ന് വാട്സപ്പിൽ വിടിയെന്ന് ഇപ്പൊ നിങ്ങൾ പറയും. ഞാൻ എനിക്ക് ഇനിയും ആ ദിക്റിനെ കുറിച്ച് പറഞ്ഞാൽ നല്ല ദിക്റാ. ആ ദിക്റുകൾ ചൊല്ലണോ? ഇൻഷാ അല്ലാഹ് ചൊല്ലൂലേ? അപ്പൊ ഞാൻ ആ ദിക്റിനെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിചാരം വരും, ഈ ദിക്ർ എനിക്ക് അറിയാലൊന്ന്. പറയാൻ പാടില്ല, ആരോട് പറയാൻ പാടില്ല. അപ്പൊ അടുത്തുള്ള ആളുകളോട് ചോദിക്കും, ഒന്ന് പറഞ്ഞോണ്ടടാന്ന്. പറയാൻ പാടില്ല. ഞാൻ മുഴുവനും പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു ചാൻസ് തരും. അപ്പൊ നിങ്ങൾ പറയണം. ഞാൻ ദിക്റിനെ കുറിച്ച് പറയാണ്. ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം 100 വട്ടം പറയുമായിരുന്നു. 100-ലധികം ഈ ദിക്ർ നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ ചില ആൾക്ക് ചെറിയ ഡൗട്ട് മനസ്സിലായി, ഏത് ദിക്റാണ്? നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയാറുണ്ട്. ആ ദിക്റിനെ ഇവക്ക് അറിയാക്ക് മനസ്സിലായി. പറയാൻ പാടില്ല കേട്ടോ, പറയാൻ പാടില്ല, പറയാൻ പാടില്ല. ആ ദിക്റാണ്, വലിയ ദിക്റാണ്. ആ ദിക്ർ ജീവിതത്തിൽ എപ്പോഴും പറയേണ്ട ദിക്റാണ്. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്നെത്തുകയാണ്. ആ പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പം വല്ലാത്ത ഒരു ക്ഷീണം. ഇനി ഇവിടെ വിശ്രമിക്കാമെന്ന് കരുതി നോക്കുമ്പോ പള്ളിയിലെ മുഅദ്ദിന് ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, പള്ളിയിലെ മുഅദ്ദിൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഉറങ്ങാൻ പറ്റൂല, ഇവിടെ കിടക്കാൻ പറ്റൂല. മാലിക് തങ്ങൾ പറഞ്ഞു, അത് നല്ല ഏർപ്പാട് തന്നെ. ഞങ്ങളെ പോലെയുള്ള യാത്രക്കാര് പിന്നെ എവിടെയാ ഉറങ്ങുക? അദ്ദേഹത്തിന് ട്രെയിൻ ഒന്നുണ്ട്, കുറെ വിട്ടുപോയിട്ട് അൽഹംദുലില്ലാഹ് യാത്രയൊക്കെ സന്തോഷമായി കൊടുക്കട്ടെ. രാത്രിയിലാണ് യാത്ര ചെയ്യേണ്ടത്, രാത്രിയിലാണ് യാത്ര ചെയ്യേണ്ടത്, അല്ലേ? സുബ്ഹാനല്ലദി, അല്ലാഹു എത്ര പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ അല്ലാഹു കൊണ്ടുപോയി. ലൈലൻ, രാത്രിയിൽ. രാത്രിയിൽ ലൈലത്തെന്ന് പറഞ്ഞ ഒരു രാത്രി, ലൈലെന്ന് പറഞ്ഞാൽ കാലി രാത്രി, കുറഞ്ഞ സമയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ യാത്ര ചെയ്യുമ്പോ രാത്രി യാത്ര ചെയ്യണേ, നിങ്ങൾക്ക് ദൂരം കുറച്ചു തരുമെന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ പറയോ അത് ട്രാഫിക്കിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, രാത്രി വണ്ടിയൊക്കെ കുറവായത് കൊണ്ടാണ്. അങ്ങനെയല്ല. അത് മാത്രമല്ല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് യാത്ര പോകുമ്പോ രാത്രിയിൽ പോകണേ എന്ന്. അതുകൊണ്ടാണ് മീറാജിന്റെ രാത്രിയിൽ നബിയെ അല്ലാഹു രാത്രി കൊണ്ടുപോയത്, അല്ലേ? നബിയെ അല്ലാഹു കൊണ്ടുപോയില്ല രാത്രിയിൽ. പിന്നെയും പ്രത്യേകത ഉണ്ട് രാത്രിയിലായതിന്, അല്ലേ? രാത്രിയിൽ ജൗഫുൽ ലൈല്, നട്ടപ്പാതിരാക്ക് ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം പ്രതിഫലം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തന്റെ അടിമകളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാത്രി കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഗാർ സൗർ ഗുഹയിലേക്ക് അലിയാരെ കിടത്തിയിട്ട് യാസീൻ ഓതിയിട്ട് മണ്ണിൽ ഊതിയിട്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ശത്രുക്കളുടെ ഉറക്കത്തിന്റെ ഊഞ്ഞാല് കെട്ടിയിട്ട് ആരും അറിയാതെ ഗാർ സൗറിലേക്ക് നബി യാത്ര പോയതും നിശയിലാണ്, രാത്രിയിലാണ്. നിങ്ങളെന്താ വിചാരിച്ച രാത്രി പെണ്ണുങ്ങളെ കൂടെ കിടക്കാൻ മാത്രമുള്ളതാ? അത് വിചാരിച്ച് കുത്തിരിക്കുക എല്ലാരും. അത് മാത്രല്ല, രാത്രിക്ക് വലിയ പ്രത്യേകതയുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ,
അല്ലേ? അള്ളാഹു റസൂലിനെ കൊണ്ടുപോവുകയാണ് ചെയ്ത്. നബി പോയതല്ല, നബിനെ കൊണ്ടുപോയതാണ്. ആരാ കൊണ്ടുപോയത്? മുഹമ്മദ് നബിയെ അള്ളാഹുവാണ് കൊണ്ടുപോയത്. അല്ലേ? വലിയ അത്ഭുതം തന്നെ. മിനൽ മസ്ജിദിൽ ഹറാമിൽ നിന്നാണ് കൊണ്ടുപോയത്. എന്താ മസ്ജിദുൽ ഹറാമിന്റെ പ്രത്യേകത? ഇവിടുന്ന് ഒരു റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലമല്ല, മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 കൂലിയ. അള്ളാഹു പോയി നിസ്കരിക്കാൻ തൗഫീഖ് തരട്ടെ. 1,00,000 കൂലിയാണ്. മാത്രമല്ല മസ്ജിദുൽ ഹറാമിൽ നിന്ന് നബിയെ കൊണ്ടുപോകാൻ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. അല്ലാഹു സത്യം ചെയ്ത ഒരു നാടാണ് ഏത്? മക്ക. മസ്ജിദുൽ ഹറാമുള്ള നാട് അല്ലാഹു സത്യം ചെയ്ത നാടാണ്. അല്ലാഹു അങ്ങനെ പല കാര്യങ്ങളും സത്യം ചെയ്തിട്ടുണ്ട്. വത്തീനി വസ്സൈത്തൂൻ, സൈത്തൂൻ എണ്ണ, അത്തിപ്പഴം, ഇതൊക്കെ അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ സാധനങ്ങളാണ്. അതുപോലെ അള്ളാഹു പറഞ്ഞു ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. ഇവിടെ കഴിഞ്ഞ പ്രവാചകന്മാർക്ക് മുഴുവനും ഇസ്രാ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുഹമ്മദ് നബിയെ അങ്ങക്ക് മീറാജ് കൂടിയുണ്ട് നബിയെ. അതുകൊണ്ട് ആ പ്രവാചകന്മാർ ഈ പള്ളിയിൽ വരുമ്പോ, നിങ്ങളെ വരവേൽക്കാൻ വരുമ്പോ, നിങ്ങളൊരു സാധാരണ അവരുടെ യാത്ര പോലെ ആവരുത് നബിയെ. അതുകൊണ്ട് ഇങ്ങ് കൊണ്ടുവരണം നബിയെ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പാറയുടെ മുകളിൽ ഒരു കമ്പി തുളച്ചു കയറ്റിയിട്ട് നബിയോട് തന്റെ വാഹനത്തെ അവിടെ ബന്ധിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതാണ് മുഹമ്മദ് നബി. മസ്ജിദുൽ അഖ്സ പൂട്ടാനായിട്ടുണ്ട്, വാതിലടക്കാനായിട്ടുണ്ട്. പക്ഷെ പാത്രിയാക്കീസ്, പള്ളിയിലെ വാതിലടക്കുന്ന പാത്രിയാക്കീസ് വാതിലടക്കുമ്പോ മസ്ജിദുൽ അഖ്സയുടെ വാതിലടയുന്നില്ല. അതിശക്തമായ കാറ്റ് വന്നിട്ട് ഒരു വാതിലടക്കുമ്പോ അടുത്ത വാതിൽ ഓപ്പൺ ആവുകയാണ്. അവസാനം വാതിൽ തുറക്കാൻ കഴിയാതെ ആയപ്പോ പാത്രിയാക്കീസ് പറഞ്ഞു അവിടെയുള്ള ആളുകളോട്, ആരോടും പറയണ്ട, ഈ പള്ളി അടക്കാതെ ഒരു രാത്രിയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഈ വാതിലടക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ആരോടും പറയണ്ട, പള്ളിയുടെ വാതിലടക്കാത്തത് ഞാൻ പോവാണ്. പാത്രിയാക്കീസ് ഇറങ്ങി പോകുമ്പോ, പാത്രിയാക്കീസ് വേദജ്ഞാനമുള്ള മനുഷ്യനാണ്. ആ വേദത്തിൽ പറയുന്നുണ്ട്, പാതിരാത്രിയിൽ ഇങ്ങനെ ഒരാൾ വരുമെന്നും അയാളുടെ മൃഗത്തെ ഇങ്ങനെ പുറത്തിങ്ങനെ പാറപ്പുറത്ത് കെട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, രാവിലെ പാത്രിയാക്കീസ് വന്നു നോക്കി. അങ്ങനെ വന്നു നോക്കിയിട്ട് വാതിലടച്ചപ്പോ ഒരു പ്രശ്നവും ഇല്ല. വാതിലടയുന്നോ പതിവ് പോലെ. അങ്ങനെ ആ മസ്ജിദുൽ അഖ്സയിലേക്ക് കയറി ചെല്ലുമ്പോ ആരാ അവിടെ ഉള്ളതെന്നറിയോ? കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർ, മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരും. മർഹബ 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 അല്ലാ മർഹബ ജദൽ ഹുസൈനി, മർഹബ 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 അല്ലാ മർഹബ യാ നൂറൈനി. പണ്ടൊക്കെ നമ്മൾ പാടിയതാണ് അല്ലേ? മുഹമ്മദ് നബി എല്ലാരിൽ നിന്നും വ്യത്യസ്തനാണ് പ്രിയപ്പെട്ടവരെ. അത് അള്ളാന്റെ നൂറാണ്. അതുകൊണ്ട് ആ നൂറിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞത്? എവിടെയാ പറഞ്ഞ ആയത്തോതിയുണ്ട്, അത് പൂർത്തിയാക്കിയത് ഞാൻ. ദിക്റ് ചിലപ്പോ ഞാൻ ദിക്റിന്റെ ഇടങ്ങളിൽ ഈ ചോറും ചായയൊക്കെ വാങ്ങുന്നില്ല, അത് മറന്നുപോകും. അതുകൊണ്ടാണ് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്നും പറഞ്ഞത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പള്ളിയിലെ അതിന് തമ്മിൽ അടിയായി. നിങ്ങളെ നാട്ടിലെ മുഅദ്ദിനമായിരുന്നല്ല, ഉഷാറുള്ള ആളാണ്. നിങ്ങളിലെ കോഴി കൊടുത്തിട്ട് ഉഷാറുള്ള മുഅദ്ദിനാണ്. ഒന്നങ്ങ് കൊടുത്തു ഇമാം മാലിക്കിന്. മാലിക് തങ്ങള് താഴെ വീണു. അത് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ പണ്ടാരി കാണുകയാണ്. പണ്ടാരി എന്നറിയില്ലേ? പൊറാട്ട ചുടുന്ന പണ്ടാരി, പത്തിരി ചുടുന്ന പണ്ടാരി, ഹോട്ടലിലെ ജീവനക്കാരൻ പണ്ടാരി വന്നിട്ട് കൈപിടിച്ചു മാലിക് തങ്ങളെ. മാലിക് തങ്ങളും പറഞ്ഞില്ല ആ മുക്രിയോട്, മോനെ ഞാൻ ഇമാം മാലിക്കാണെന്ന് പറഞ്ഞില്ല. ഈ പണ്ടാരിയോടും പറഞ്ഞില്ല ഇമാം മാലിക്കാണെന്ന്. പണ്ടാരി പറഞ്ഞു, വരി, രാത്രിയായില്ലേ, വിഷമിക്കണ്ട, നിങ്ങൾ എന്റെ ഹോട്ടലിൽ നിങ്ങൾ വിശ്രമിച്ചോളൂ. പഴകിപ്പൊളിച്ച മുഴുവൻ കറുത്തിരുണ്ട
കത്തുന്ന വിറകിന്റെ തീക്കണലേറ്റ് താപം നീരായി ഉഷ്മാവായി മുഴുവൻ പാറി നടക്കുന്ന കുടുസായ വൃത്തികേടായ ആ അടുക്കളയുടെ ഒരു ഭാഗത്തുണ്ട് പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന ചീറിപ്പറഞ്ഞ വിരിപ്പുള്ള ഒരു റൂമുണ്ട്. ആ റൂമിൽ കൊണ്ടുപോയി കിടത്തി ഇമാം മാലിക്കിനെ കൊണ്ടുപോയി കിടത്തി. പണ്ടാരി വീണ്ടും പൊറാട്ട ചുടാൻ തുടങ്ങി. പൊറാട്ട ചുടുക മാത്രല്ല, പണ്ടാരി ഒരു ദിക്ർ ചൊല്ലുന്നുണ്ട്. മാലിക് തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റു. റഹ്മാനായ റബ്ബേ, ഇതെന്താണിത്? ഈ പാതിരാത്രിയിലും നിദ്രാവിഹീനനായി അതിസാഹസികമായി പണി ചെയ്യുമ്പോഴും ഈ മനുഷ്യൻ ദിക്ർ ചൊല്ലുകയോ? ഓടിച്ചെന്നോ? എന്താണിത്? അദ്ദേഹം പറയാണ്, പണ്ടാരി സഹോദര, ഞാൻ എന്റെ ജീവിതത്തിൽ വളരെ വലിയ വിഷമങ്ങൾ അനുഭവിച്ച ആളാ. വലിയ പ്രയാസത്തിന്റെ നെരിപ്പോടിലൂടെ ജീവിച്ച മനുഷ്യനാ. എനിക്ക് വല്ലാത്ത കഷ്ടകാലങ്ങളായിരുന്നു. എനിക്ക് ജോലി മര്യാദക്കുണ്ടായിരുന്നില്ല, എനിക്ക് വീടുണ്ടായിരുന്നില്ല, എന്റെ ഭാര്യ രോഗിയായിരുന്നു, എന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞില്ല, ഞാൻ കടക്കാരനായിരുന്നു. അങ്ങനെ ഞാൻ ഈ ജോലിയിൽ പ്രവേശിച്ചപ്പോ ഞാൻ ദിക്ർ ചൊല്ലുകയുണ്ടായി. പൊറാട്ട ചുടുന്ന പാതിരാപത്രിയിൽ ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഞാൻ ഈ പൊറാട്ട ചുടുമ്പോ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലി അല്ലാഹു എന്റെ കടം വീടാനുള്ള മാർഗം എനിക്ക് തുറന്നു തന്നു. അയാളുടെ ജോലി പണ്ടാരിയുടെ ജോലിയാണ്. അയാൾക്ക് അല്ലാഹു അയാൾ പറയാണ്, എനിക്കൊരു വീട് അല്ലാഹു തന്നു. അയാൾക്ക് അപ്പോഴും പണ്ടാരിയുടെ ജോലിയാണ്. അയാളുടെ കുട്ടികൾക്ക് അല്ലാഹു വിദ്യാഭ്യാസം നൽകി. എപ്പോഴും അയാളുടെ ജോലി പണ്ടാരിയുടെ ജോലിയാണ്. അയാളുടെ ഭാര്യയുടെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുത്തു. അപ്പോഴും അയാൾക്ക് പണ്ടാരിയുടെ ജോലിയാണ്. പക്ഷെ അല്ലാഹു അതൊക്കെ അങ്ങ് വിജയിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ഞാൻ ഈ ദിക്ർ ചൊല്ലിയതിന്റെ ഫലമായാണ് അല്ലാഹു എനിക്കിതൊക്കെ ശരിയാക്കി തന്നത്. അപ്പൊ മാലിക് തങ്ങൾ ചോദിക്കും, ഇപ്പോഴെന്തിനാ പിന്നെയും ഈ ദിക്റിനെ നിങ്ങളെ ചൊല്ലുന്നത്? അപ്പൊ ആ മനുഷ്യൻ പറയും, എനിക്കെന്റെ മനസ്സിൽ 3 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സഹോദരാ. ഈ ദിക്ർ ചൊല്ലി എന്റെ ഒരാഗ്രഹം അല്ലാഹു പൂർത്തിയാക്കി. പിന്നെ 2ാമത്തെ ആഗ്രഹവും പൂർത്തിയാക്കി. 3ാമത്തെ എന്റെ ആഗ്രഹം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത്. മാലിക് തങ്ങൾ ചോദിച്ചു, ആ 3ാമത് പൂർത്തിയാവാത്ത ആഗ്രഹം എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. ആ പണ്ടാരി പറയുകയാണ്, നിങ്ങൾക്കറിയില്ലേ മദീന, ഒരുപാട് ദൂരത്തുള്ള മദീന, ഒരുപാട് ദൈർഘ്യമുള്ള മദീന, മുസ്ലിം ഉമ്മത്തിന്റെ കണ്ണീര് പൊതിഞ്ഞ മണൽക്കര, ആരംഭ നബി അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന. മദീന പള്ളിയിൽ ഒരു മുദർരിസ് ഉണ്ട്. വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്, വലിയ പാണ്ഡിത്യത്തിന്റെ നിറകുടമാണ്. ലോകത്തിന്റെ അട്ടദിക്കുകളിൽ നിന്ന് വിജ്ഞാനം അന്വേഷിച്ചു വരുന്ന വലിയ പടുവിജ്ഞാനികൾക്ക് അറിവിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് വിജ്ഞാനത്തിന്റെ മുഴിമുത്തുകൾ നൽകുന്ന, ലോകമാദരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. സൂഫിയാണ്, ഔലിയാണ്. ദ്വാരന്നാൽ ഉത്തരം കിട്ടും. ആ മുഖത്ത് നോക്കുന്നത് പോലും ഒരു പ്രസരിപ്പാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ആ വലിയ പണ്ഡിതന്റെ കാലിന്റെ ചുവട്ടിൽ ചെന്നിരിക്കാനും ആ പണ്ഡിതന്റെ കൈയൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്യാനും ഒന്ന് ദ്വാരിപ്പിക്കാനുമാണ് എന്റെ 3ാമത്തെ ആഗ്രഹം. ആ ആഗ്രഹം പൂവണിയാനാ ഞാൻ ഈ ദിക്ർ ചൊല്ലുന്നത്. അപ്പോൾ മാലിക് ചോദിച്ചു, നിങ്ങൾ പറയുന്ന മദീനയിൽ ജീവിച്ചിരിക്കുന്ന ആ വലിയ പണ്ഡിതനാണ്, സൂഫിയാണ്, ആലിമാണെന്ന് നിങ്ങൾ പറയുന്ന ആ പണ്ഡിതിന്റെ പേര് ഇമാം മാലിക് എന്നാണോ? തീർന്നില്ല, മറുപടി തീർന്നില്ല. അപ്പോൾ തന്നെ പണ്ടാരി പറഞ്ഞു, അതെ 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 അതെ, മാലിക്കാണ്, മാലിക്കാണ്, മാലിക്കാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീര് കവിൾത്തടങ്ങളിൽ ചാലിട്ടൊഴുകി. മോമിനിങ്ങളെ, ഇമാം മാലിക് തങ്ങൾ ആലോചിക്കുകയാണ്, മൈലെത്രയോ വിദൂരത്തിൽ
ഉള്ള മദീന ഭൂമിയിലുള്ള എന്നെ നീ കൊണ്ടുവന്നിട്ട് ആരും ശ്രദ്ധിക്കാത്ത നിസ്സാരനായി എല്ലാരും കാണുന്ന ഈ ഹോട്ടലിന്റെ ഒഴിഞ്ഞ ഈ മുറിയിൽ എന്നെ കൊണ്ടുവന്നിട്ട് ആ മനുഷ്യന്റെ ബെഡിൽ എന്നെ കിടത്തിയല്ലോ റബ്ബേ, നീ എത്ര വലിയവനാ. എന്തിന്റെ കാരണത്താലാ പ്രിയപ്പെട്ടവരെ ആ സഹോദരന് ഈ ഗുണം കിട്ടിയത്? ഒരു ദിക്റിന്റെ പേരിലാണ്. ഒരു ദിക്റിന്റെ പേരിലാ. ആ ദിക്ർ ഞാൻ ഇപ്പൊ സദസ്സിൽ വെച്ച് പറയാണ്. പറയുന്നതിന് മുമ്പ് കോഴിമുട്ട തന്നിട്ട് പറയാം. പൊട്ടിപ്പോവോ? പൊട്ടിപ്പോർന്നിട്ടോ? ആ മാഷാ, പൊട്ടിപ്പോരുത്, ശ്രദ്ധിക്കണം. സംസാരിക്കാത്തൊരു മകൻ സംസാരശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി അടുത്ത വർഷത്തേക്ക് 50 കിലോ അരി നൽകിയിട്ടുണ്ട്. അള്ളാഹുവേ പടച്ച തമ്പുരാനെ, ആ കുട്ടിക്ക് നീ സംസാരശേഷി നൽകണേ പടച്ചോനെ. മക്കളുണ്ടായിട്ട് ഉപ്പാ ഉമ്മ എന്ന് പറഞ്ഞ് ഓടി നടന്ന് മാഷാ അല്ലാഹ് നല്ല ഒന്ന് ഉപ്പ ഉമ്മ എന്നൊക്കെ വിളിച്ചോ നന്നായിട്ട് സംസാരിക്കും. ഒരു കുട്ടി ഉമ്മാന്ന് വിളിക്കുമ്പോ ആദ്യമായിട്ട് ഉമ്മാന്ന് വിളിക്കും. ഉമ്മാന്റെ സന്തോഷം എത്രയായിരിക്കും റബ്ബേ. ആ കുട്ടി ഒന്ന് സംസാരിച്ച് കാണാൻ അല്ലാഹുവേ തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ, തൗഫീഖ് കൊടുക്കണേ തമ്പുരാനെ. വാ മൂടിക്കെട്ടിയ കുട്ടികളെ തന്ന് പരീക്ഷിക്കരുത് അല്ലാഹ്. അതുപോലെ നമ്മുടെ മദ്രസയുടെ നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്കൊക്കെ വലിയ സംഭാവനകൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. കോഴിമുട്ടയുണ്ട്. ഞാനൊരു പ്രത്യേകമായ ഒരു ദിക്ർ അതിൽ ഓതുകയാണ് ഇൻഷാ അല്ലാഹ്. നിങ്ങള് വലിയ പൈസ പറ്റി പറഞ്ഞുകൂടാ. ഒരു 100 റുപ്യ ഉപ്പാക്കും ദുആ ചെയ്യാൻ ഒരു വ്യക്തി 1,00,000 രൂപ. അല്ലാഹുവേ, ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ നീ സന്തോഷമാക്കണേ അല്ലാഹ്. റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. മർഹത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. 2 സഹോദരന്മാർ അടുത്ത കൊല്ലത്തേക്ക് 3 കിൻഡൽ ഇറച്ചി പടച്ചോനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റാഹത്ത് ചെയ്യണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. നീ അവരെ സ്വീകരിക്കണേ തമ്പുരാനെ. നീ അവരെ സഹായിക്കണേ അല്ലാഹ്. അടുത്ത കൊല്ലത്തേക്ക് വേണമെങ്കിൽ പറയാമോ മിനിങ്ങളെ? വലിയ കൂലി കിട്ടുന്ന ഏർപ്പാടാണ്. അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു അമലാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. 2.5 കിൻഡൽ അരിയും കൂടി ആവശ്യമുണ്ട്. സാസന്ന് പറഞ്ഞോളൂ. 2.5 കിൻഡൽ അരി സല്ലല്ലാഹു അലൈഹി വസല്ലം. 2.5 കിലോ അരി വേണോ? 2 കിലോന്നല്ല കേട്ടോ, 2 കിൻഡൽ കുടിയും പോയി പറഞ്ഞാല് 2.5 കിൻഡൽ 2.5 കിൻഡൽ ഫണ്ട് വേണം. ആകുന്ന ഒരു 50,000 പറയും. 50 കിലോ പറയും. ഒരു 50 കിലോ ആരെങ്കിലും ഒന്ന് പറയും. ഒരു 50 കിലോ. സഹോദരിമാർ പേടിക്കണ്ട, പറഞ്ഞിട്ട് ഇവിടെ എത്തൂല എന്ന് വിചാരിച്ചിട്ട് ബേജാറാണ്ട. അവിടെ കേൾക്കാൻ ആളുണ്ട്, പറഞ്ഞോളി. ആണുങ്ങൾക്ക് പറയാം 25 കിലോ പറയാം, 10 കിലോ പറയാം. നേരത്തെ അരച്ചു തന്ന സഹോദരൻ 1 കിൻഡൽ അരിയല്ല. ആ സഹോദരന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണേ പടച്ചവനെ. ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ അല്ല. ഹലാലായ സമ്പാദ്യം കൊടുക്കണേ തമ്പുരാനെ. ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. ഒന്നരയായി. ഇനി 1.5 കൂടി വേണം മോമിനിങ്ങളെ.
മുത്തുനബിയുടെ കൂടെ സ്വർഗം കൊടുക്കണേ പഠിച്ചോനെ. അതിലേറെ എന്താ പറയാ, അല്ലാഹുവേ സഹായിക്കണേ അല്ലാ. ആ കുടുംബത്തിന് സന്തോഷവും റാഹത്തും ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ സമ്പത്തിന് വർധനവ് കൊടുക്കണേ പഠിച്ചോനെ. അല്ലാഹുവേ നിന്റെ സഹായം ആ സഹോദരൻ നൽകണേ അല്ലാ. അല്ലാഹുവേ ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണേ പഠിച്ചോനെ. ചോറ് ഇറച്ചും മാത്രം തക്കാളി മുളകും മാത്രം എന്താ വേണ്ടേന്? മസാല 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 വേണം. മസാല വേണോ? അല്ലാഹുവേ ആരുടെ ഹൃദയത്തിലാണ് ആ മസാലക്ക് വേണ്ടി മനസ്സാരുടെ മനസ്സാണ് തോന്നിപ്പിക്കുന്നത് പഠിച്ചോനെ. അവരുടെ കൽബ് നീ സ്വീകരിക്കണേ അല്ലാ. അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മുസ്തഫ പഠിച്ചോനെ. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദൂ മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദ്. മുസ്തഫ നബിയുടെ കൂടെ ആ മുസ്തഫാനെയും കൂട്ടണേ അല്ലാ. നാളെ ഹൗദുൽ കൗസറില് അല്ലാഹുവേ മുക്കി കൊടുക്കുമ്പോ മുസ്തഫാന്റെ പേര് പറഞ്ഞിട്ട് റസൂലുള്ളാഹി വിളിച്ചിട്ട് മുക്കി കൊടുക്കുന്ന സന്തോഷം നൽകണേ അല്ലാ. ഇതിന്റെ പ്രതിഫലമൊക്കെ മരിച്ചിട്ട് ഖബറിൽ ചൊല്ലുമ്പോ അടിക്കടി കൊടുക്കണേ പഠിച്ചോനെ. ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. നിർബന്ധിച്ചിട്ടില്ല. ഇനി മദ്രസയുടെ വിഷയം പഠിച്ചോനെ. ആ മദ്രസയിൽ നിന്ന് ദീന് പഠിക്കുമ്പോ അതൊക്കെ ഓരോരുത്തർ ജീവിതത്തിലേക്കും ഇങ്ങനെ വരികയാണ്, ഖബറിലേക്ക് വരികയാണ്. നാളെ മഹ്ശറയിൽ ഓരോരുത്തരും ഒരുമിച്ച് കൂടുമ്പോ എല്ലാവരുടെ നന്മതിന്മകളും തൂക്കുമ്പോ മുഴുവൻ നന്മകളും ഒരു ത്രാസിന്റെ ഒരു ഭാഗത്ത് വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മുഴുവൻ ആളുകയും ശരീരം ഒരു ഭാഗത്ത് വെക്കുമ്പോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ ശുഹദാക്കന്മാരുടെ ശരീരങ്ങളിൽ നിന്ന് തെറിച്ച ഒരു തുള്ളി രക്തമെടുത്തിട്ട് തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുകയും സർവ്വ നന്മകളും തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുകയും ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ കനം തോന്നുക അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദായ മരിച്ച ആളുകളുടെ ഒരു തുള്ളി രക്തമായിരിക്കും. അപ്പൊ ഓരോരുത്തരും വിളിച്ചു പറയും, യാ ലൈതനീ കുന്തു ഷഹീദാ, ഞാനൊരു ഷഹീദായിരുന്നുവെങ്കിലെന്ന്. അതിനുശേഷം മുഴുവൻ ശുഹദാക്കന്മാരുടെയും രക്തവും ശരീരവും അവരുടെ നന്മകൾ മുഴുവനും തുലാസിന്റെ ഒരു ഭാഗത്ത് വെട്ടിച്ച് മദ്രസയിൽ ഇൽമു പഠിക്കാൻ പോയ ഒരു കുട്ടി ഉപയോഗിച്ച പേനയില്ലേ പേന, ആ പേനയിലെ ഫില്ലറില്ലേ ഫില്ലർ, ആ ഫില്ലറിൽ നിർഗളിച്ച ഒരു തുള്ളി മഷിയില്ലേ, ഓന് എഴുതാൻ ഉപയോഗിച്ച പേനയിലെ ഒരു തുള്ളി മഷി എടുത്തിട്ട് തുലാസിന്റെ ഒരു ഭാഗത്ത് വെക്കുമ്പോ ശുഹദാക്കന്മാരുടെയും സർവ്വ നന്മകളെക്കാളും കൂടുതൽ ആ ഒരു തുള്ളി മഷിയാണ് കൂടുതൽ തൂങ്ങുക. അപ്പോഴും അവിടെ കൂടിയ ഓരോരുത്തരും വിളിച്ചു പറയും, യാ ലൈതനീ കുന്തു ഷഹീദാ, യാ ലൈതനീ കുന്തു മുതഅല്ലിമാ, യാ ലൈതനീ കുന്തു മുസ്തമിയാ, യാ ലൈതനീ കുന്തു മുഹിബ്ബാ, യാ ലൈതനീ കുന്തു ആലിമാ. പടച്ചോനെ, ഞാനൊരു ആലിമായിരുന്നെങ്കിൽ, ഞാനൊരു പണ്ഡിതനായിരുന്നെങ്കിൽ, പടച്ചോനെ ഞാനൊരു വയല് പറയുന്ന സദസ്സിൽ ഇരുന്നവനായിരുന്നെങ്കിൽ, ഞാൻ ദീനിന് വേണ്ടി സ്നേഹിച്ചവരായിരുന്നെങ്കിൽ, ഞാൻ കൊടുത്തവനായിരുന്നെങ്കിൽ എന്ന് നാളെ പറയും. എത്ര? അതുകൊണ്ട് മദ്രസിന് 10,000-ഓ 5,000-ഓ 50,000-ഓ 1,00,000-ഓ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പറയണം, പ്രിയപ്പെട്ടവരെ, പെണ്ണെ നിന്റെ കയ്യിലണിഞ്ഞ സ്വർണ്ണമോതിരം കഴിച്ചു കൊടുത്തേക്ക്, നിന്റെ കാതിലണിഞ്ഞ സ്വർണ്ണം കഴിഞ്ഞ് കൊടുത്തേക്ക്. നാളെ നിനക്ക് സ്വർഗത്തിൽ മനോഹരമായ കലിക്കത്ത് നിനക്ക് അല്ലാഹു അണിയിച്ചു തരും. അതിനേക്കാൾ നല്ല മോതിരം നിനക്ക് അല്ലാഹു തരും. അതിനേക്കാൾ നല്ല വള നിനക്ക് അല്ലാഹു തരും. ഇതൊന്നും വെറുതെ പറയുകയല്ല, ഇതൊക്കെ നാളെ മഹ്ശറയിൽ കിട്ടും പെങ്ങളെ. അതുകൊണ്ട് മദ്രസിന് കൊടുക്കാൻ താല്പര്യമുള്ളവർ കൊടുത്തേക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു